മക്കളെ ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവരും നിവർന്നിരിക്കുക, കണ്ണുകളൊക്കെ അടച്ച് ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം. എല്ലാവർക്കും സുഖമാണ് സാർ? ഒരാൾ വിളിച്ചു. ആരാണ് വരുന്നത്? ആരാണ്? ഷിഫാന. ഷിഫ, സോറി, ഷിഫ നസ്രീൻ അല്ലേ? ഷിഫ നസ്രീൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എങ്ങനെയാണ്? ഉറക്കപ്പിച്ചിലാണോ? ആ, ചെറുതായിട്ടാണെന്ന് തോന്നുന്നു. ഉറക്കത്തിൽ നിന്ന് പതുക്കെ എണീറ്റ് കണ്ണൊക്കെ തുമ്മലൊക്കെ ഉണ്ട്. ഇന്ന് ക്ലാസ് ഇല്ലേ? ആ, ബസ് സ്ട്രൈക്ക് ആയതുകൊണ്ട് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞോ സ്കൂളിൽ നിന്ന്? വരണ്ടാന്ന് പറഞ്ഞു. ഓക്കെ. പക്ഷെ ഷിഫയ്ക്ക് എന്തോ നടന്നു വരാനുള്ള ദൂരല്ലേ ഉള്ളൂ സെന്റ് ആൻസിലേക്ക്. നടന്നല്ല വരാറുള്ളതോ? ആ, ബസ്സിനാണോ വരുന്നത്? ഓക്കെ ഓക്കെ ഓക്കെ, വെറുതെ വിളിച്ചെന്നുള്ളൂ. ഓക്കെ, നമുക്ക് വേറൊരു ബോയ്. ആരാണ് സർ വരുന്നേ? അബി. ഗുഡ് മോർണിംഗ് അബി. അബി, എന്തൊക്കെയാണ് വിശേഷം അബി? നല്ല വിശേഷം. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? ഇന്ന് ക്ലാസ് ഉണ്ടോ? ഇന്ന് ക്ലാസ് ഉണ്ടോ? പോണില്ല? പോയില്ല. എന്തേ? ബസ്സില്ല. ഓക്കെ, ബസ് ഇല്ലാത്തോണ്ടാണോ പോവാത്തെ? അല്ലെങ്കിൽ ഒരു കാരണമാണോ അത്? എക്സാം. ആ, ഓക്കെ ഓക്കെ. നമ്മൾ സ്റ്റഡി ലീവായിട്ട് അങ്ങ് കൂട്ടിയില്ലേ? ഓക്കെ ഓക്കേടാ, കാണാം. ഓക്കെ, എസ് മകളെ. അപ്പൊ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു പനിയുള്ള സമയത്ത് ഇപ്പൊ ഷിഫ നസ്റിനൊക്കെ ഇരിക്കും പോലെ അല്ലേ, ഞാൻ ഇങ്ങനെ വന്നിരുന്ന് ഒരു പാതി ബോധത്തിൽ ഇന്ന് ഒരു ക്ലാസ് എടുത്തായിരുന്നു, ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. മക്കൾ ഓർമ്മയുണ്ടോ? 2 ആഴ്ച മുമ്പ് എടുത്ത ക്ലാസ് ഓർക്കുന്നുണ്ടോ? കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിനുശേഷം തൊട്ട് പിറ്റേന്ന് പ്രണവ് സാർ വന്ന് എടുത്തായിരുന്നു, ഐസോമറിസം എടുത്തു തന്നായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഇതിനി നിങ്ങൾക്ക് ഓഫ്ലൈനിൽ കിട്ടില്ല കേട്ടോ, ഓൺലൈനിൽ തരുന്നത്. അതുകൊണ്ടാണ് ഓഫ്ലൈനിൽ ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചാപ്റ്റർ ഫുള്ളായിട്ട് ക്ലാസ് കിട്ടില്ല. ഓക്കെ, സെറ്റാണോ സാൽമിയ? ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഓർഗാനിക് കോമ്പൗണ്ട്സിൽ കഴിഞ്ഞ വർഷം നമുക്ക് നോമൻക്ലേച്ചർ ഉണ്ടായിരുന്നു. 10ൽ വെച്ച് നമ്മൾ നോമൻക്ലേച്ചർ പഠിച്ചു. ഈ വർഷം നിങ്ങൾക്ക് എക്സാമിന് ഓർഗാനിക്കിൽ നിന്ന് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നായിരിക്കും നോമൻക്ലേച്ചർ ചോദിക്കുക. മനസ്സിലായോ? ഈ വർഷം നോമൻക്ലേച്ചർ ചോദിക്കുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ നിന്നായിരിക്കും. അപ്പോൾ ആ നോമൻക്ലേച്ചർ ആണ് നമ്മൾ പഠിക്കുന്നത്. വലിയ പാടൊന്നുമില്ല, നമ്മുടെ ഓർഗാനിക് പഠിക്കുന്ന അത്രയും ടഫ് ഒന്നുമില്ല. ഓക്കെ, ഓർഗാനിക് പഠിക്കുന്ന ആ നോമൻക്ലേച്ചർ പഠിക്കാൻ ഒത്തിരി അല്ലേ, ഭയങ്കര നിയമങ്ങളായിരുന്നു, കുറെ നിയമങ്ങളുണ്ട്. പക്ഷെ അത്രയൊന്നും റൂൾസും ഒന്നും നമുക്ക് ഇവിടെ നോമൻക്ലേച്ചറിൽ വരുന്നില്ല. പക്ഷെ കുറച്ച് അധികം കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിക്കണം. എന്തായാലും നിയമങ്ങൾ നിങ്ങളുടെ ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങൾ എഴുതിയെടുത്തോളുക റൂൾസ്. പക്ഷെ ഞാൻ റൂൾസ് എഴുതിയെടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് അത് റൂൾസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾക്ക് അന്നേരം മനസ്സിലായില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഓരോ എക്സാമ്പിൾസ് ഇട്ടിട്ട് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ഇപ്പം നിങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടി റൂൾസ് ഒന്ന് എഴുതിയെടുത്തോ. നമുക്ക് നോക്കാം. IUPAC നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ്. നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എഴുതിക്കോ. ഓക്കെ, അതിൽ ഫസ്റ്റ് നിയമമാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് റൂളാണ് IUPAC നോമൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സിലെ ഫസ്റ്റ് റൂളാണ് പറയുന്നത്. The cation is named first in both positively and negatively charged coordination entities. എന്താണ്? Cation is named first.
അതായത് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ് കോർഡിനേഷൻ എൻറ്റൈറ്റീസ് ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം പഠിച്ചു അല്ലേ? കാറ്റയോണിക്കും പഠിച്ചിട്ടുണ്ട്, ആനയോണിക്കും പഠിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ടൈം ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു കാറ്റയോണിക് കോർഡിനേഷൻ കോമ്പൗണ്ടും ഉണ്ട്, ആനിയോണിക് കോർഡിനേഷൻ കോമ്പൗണ്ടും ഉണ്ട് ഇല്ലേ? ഓർമ്മയുണ്ടെന്ന് കൈവീശ അന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അതായത് നോൺ കോംപ്ലക്സ് പാർട്ട് ആദ്യം വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ആനിയോണിക് ആയിരിക്കും. അതേസമയം നോൺ കോംപ്ലക്സ് പാർട്ട് ലാസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കാറ്റയോണിക് ആയിരിക്കും എന്നൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തന്നായിരുന്നു. ഓർക്കുന്നുണ്ടെങ്കിൽ കൈവീശ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഓരോന്നിൻ്റെ നിയമം പഠിക്കുക പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ കാണിച്ചു തരാം, ഇപ്പൊ തന്നെ റൂൾസ് കാണിച്ചു തരാം. ഓക്കെ, അതിന് ആദ്യം നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, കാറ്റയോണിനെ ആയിരിക്കണം ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പേര് കൊടുക്കേണ്ടതെന്നാണ് നമ്മുടെ ഫസ്റ്റ് റൂള് പറഞ്ഞത്. ഓക്കെ, കാറ്റയോണിനായിരിക്കണം ആദ്യം പേര് കൊടുക്കേണ്ടത്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം നിങ്ങൾക്ക്, അതായിരിക്കും കുറച്ച് നല്ലത്. സാറേ എന്നെ കാണിച്ചു. എന്നെ ജസ്റ്റ് കാണിച്ചോ, സ്ലൈഡ് മാറ്റി. ഓക്കെ, ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതിയെടുക്കുക. MnH2O 6 times Cl. ഇതിന്റെ പേര് കൊടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കൊരു എന്തുണ്ട്, ഒരു ടേബിൾ ഉണ്ട്. ഞാൻ ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരെണ്ണം ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ടേബിൾ കാണിച്ചു തരാം. ആ ടേബിളിലുള്ള സകല പേര് നിങ്ങൾ കാണാതെ പഠിക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ ഫസ്റ്റ് പേര് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ആർക്കാണ്? നോൺ കോംപ്ലക്സ് പാർട്ട് ഇവിടെ കിടക്കുന്നത് കൊണ്ട്, ലാസ്റ്റ് കിടക്കുന്നതുകൊണ്ട് ഇവൻ എന്താണ്? കാറ്റയോണിക് അല്ലെ? കാറ്റയോണിക് ആണ്, കാറ്റയോണിക് കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. മനസ്സിലായോ? നോൺ കോംപ്ലക്സ് പാർട്ട് ലാസ്റ്റ് കിടക്കുന്നുണ്ട്. നോൺ കോംപ്ലക്സ് പാർട്ട് എന്ന് വെച്ചാൽ ആരാണ്? ഈ ക്ലോറിൻ ആണ് ഇവിടുത്തെ നോൺ കോംപ്ലക്സ് പാർട്ട്. ശരിയല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ഇത് കാറ്റയോണിക്. ഇനി ആനിയോണിക് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഈ നോൺ കോംപ്ലക്സ് പാർട്ട് എവിടെ വരുമായിരുന്നു? ഇവിടെ വരുമായിരുന്നു. അതിപ്പോ ഈ സാധനം തന്നെ ഈ സാധനം ആവണമെന്നില്ല, ക്ലോറിൻ തന്നെ ആവണമെന്നില്ല. കാരണം ക്ലോറിൻ്റെ എന്താണ്? ആനിയോൺ ആണ്, അതുകൊണ്ട് തന്നെ ക്ലോറിൻ വരണമെന്നില്ല. പകരം ഇവിടെ എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു ആള് ഇവിടെ വരും. ഇവിടുന്ന് നോൺ കോംപ്ലക്സ് പാർട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ശേഷമാണ് കോർഡിനേഷൻ സ്ഫിയർ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നതാണ് എന്ത്? ആനിയോണിക് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായല്ലോ? ഇതിപ്പോ കാറ്റയോണിക്. കാരണം എന്താണ്? കോർഡിനേഷൻ സ്ഫിയർ ആദ്യം വന്നു, അതിനുശേഷമാണ് നോൺ കോംപ്ലക്സ് പാർട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? വന്നിരിക്കുന്നത്. ഇതിന്റെ പേര് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരിക്കുക. Mn എന്നുള്ളതിൽ സ്റ്റാർട്ട് ചെയ്യണം. കാറ്റയോണിനെ ആയിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, കാറ്റയോണിനെ സ്റ്റാർട്ട് ചെയ്യണം. മാംഗനീസ് ആണ് ഇവിടുത്തെ എന്ത്? കാറ്റയോൺ. അതുപോലെ H2O ഉണ്ട്, അത് ലിഗാൻഡ് ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ മാംഗനീസിന്റെ കേസ് ഞാൻ ഫസ്റ്റ് പറയാൻ കാരണം മാംഗനീസിന് എന്ത് വേണം? നമ്മൾ മാംഗനീസിന് ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പേര് കൊടുക്കുമ്പോൾ ഫസ്റ്റ് മാംഗനീസിന് പേര് കൊടുക്കണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. പകരം മാംഗനീസ് ആണ് അവിടുത്തെ താരം. നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഓക്സിഡേഷൻ നമ്പർ. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം മക്കളെ? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം. ആരുടെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടെത്തണം. മനസ്സിലായോ? ഓക്കെ, നിയമങ്ങളൊന്നും ഇപ്പൊ ഞാൻ ആദ്യം സ്ലൈഡിൽ കാണിച്ച പോലെ ആ നിയമങ്ങൾ മൊത്തം എഴുതിയെടുക്കൊന്നും വേണ്ട. കാരണം ആ നിയമങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി, ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് എഴുതിയെടുക്കാനൊന്നും നിങ്ങൾ നിൽക്കണ്ട. ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ ഒന്ന് പറഞ്ഞു തന്ന ഓർമ്മയുണ്ടോ? ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു തന്ന ഓർമ്മയുള്ളതെന്ന് കൈവീശിക്കേ. ആർക്കും ഓർമ്മയില്ലേ? വൈഖ, വൈഖ അൺമ്യൂട്ട് ആയില്ലേ? ഇല്ല മക്കളെ, ഞാൻ
പാർവതി അമൃത അല്ലെ, രണ്ടുപേരുണ്ട്. പാർവതി എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ആദ്യം ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞു തരുന്നു ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞു തന്നായിരുന്നു, ഓർമ്മയുണ്ടോ? ഇല്ല. ഓക്കെ, ശരി എന്നാ. എടാ, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞു കോർഡിനേഷൻ നമ്പറും ഉണ്ട് ഓക്സിഡേഷൻ നമ്പറും ഉണ്ട്, രണ്ടും വെവ്വേറെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. കോർഡിനേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ? ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. എനിക്കത് വയ്യായിരുന്നു, എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞ് തന്നു പഠിപ്പിച്ച കാര്യമാണ്. ഓക്സിഡേഷൻ നമ്പറും കോർഡിനേഷൻ നമ്പറും രണ്ടും രണ്ടാണ്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്, ഓരോന്നിനും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവും, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോർഡിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ ലിഗാൻഡ് എത്ര ബോണ്ടിങ് അവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ലിഗാൻഡ് എത്ര ബോണ്ടിങ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമായിരുന്നു. അതാണ് കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പറിൽ ലിഗാൻഡ് മോണോഡെൻഡേറ്റ് ആണോ ബൈഡെൻഡേറ്റ് ആണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോർഡിനേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അവിടെ അങ്ങനെയൊന്നും നോക്കുന്നില്ല. മോണോഡെൻഡേറ്റ് ആണോ ബൈഡെൻഡേറ്റ് ആണോ എന്ന് നോക്കില്ല, ഓരോ മോളിക്യൂൾസ് എടുത്തിട്ട് അതിന്റെ ചാർജ് വെച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പൊ H2O അമീൻ പോലുള്ളവരൊക്കെ എന്താണ്, ന്യൂട്രൽ ആണ്. ശരിയാണോ? പറഞ്ഞത് ശരിയാണോ? H2O അമീൻ NH3 എന്ന് പറയുന്നത് അല്ലെ, അമീൻ എന്ന് പറഞ്ഞാൽ NH3 ആണ്. ഇവരെ നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ NH3 അമോണിയ എന്നല്ല വിളിക്കുന്നത്, പകരം എന്തെന്നാ വിളിക്കുക, അമീൻ എന്നാണ് വിളിക്കുക. ഓക്കെ മക്കളെ, പറയുന്നത് ക്ലിയർ ആവണമെങ്കിൽ ഒന്ന് കൈവീശിക്കേ. ഞാൻ പറഞ്ഞു തരുന്ന സാധനം വല്ല മനസ്സിലാവുന്നുണ്ടെങ്കിൽ കൈവീശിക്കേ. അതിനൊക്കെ വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇതിനെ H2O NH3 നിങ്ങൾ അവിടെ എഴുതിയിട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞതായിരുന്നു. H2O അതുപോലെ NH3 പോലുള്ളവരൊക്കെ ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തില്ല, ചാർജ് ഇല്ല. ഓക്കെ, അവർക്ക് ചാർജ് ഇല്ല. സോ H2Oയുടെ ഇവിടെ എന്തായിരിക്കും, 6 H2O ഉണ്ട്, പക്ഷെ 6 × 0 അല്ലെ, 6 ഇൻറ്റു അതിന്റെ ചാർജ് ആയ 0 ചെയ്യുമ്പോൾ എത്ര തന്നെ കിട്ടുള്ളൂ, 0 തന്നെയാണ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇതേ സെയിം അവസ്ഥ തന്നെയായിരിക്കും NH3 അവിടെ വന്നാലും. ഓക്കെ, NH3 വന്നാലും അവിടെ എന്ത് തന്നെയായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. സോ അതിന്റെയും ചാർജ് എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ 0 ഇൻറ്റു അതിന്റെ നമ്പർ ചെയ്യുക. 6 ആണ് ഇവിടെ, 6 ആയതുകൊണ്ട് 6 × 0. ഇനി ഇവിടെ 3 ആണെങ്കിൽ 3 × 0. ഓക്കെ, അപ്പൊ 0 വന്നു കഴിഞ്ഞതുകൊണ്ട് അവിടെ എന്താണ്, അവിടെ ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. ഇനി ക്ലോറിന്റെ നമുക്കറിയാം, ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് മക്കളെ? ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? ആർക്ക് പറയാം? ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഫ്ഷാൻ അൽനൂർ. ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? -1. അതുകൊണ്ട് ഇവിടെ എത്ര വരും? 3 × -1 -3. വെരി ഗുഡ്. ഓക്കെ, ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3 വന്നു. കാരണം ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ക്ലോറിൻ മാത്രമല്ല ഹാലജൻസ്, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഫ്ലൂറിൻ, ഇവരുടെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? -1 ആണ്. ഓക്കെ, ഹാലജൻ ഫാമിലി വരുന്നവര് 17th ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ഇവിടെ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. 3 ക്ലോറിൻ ഉണ്ട്, 3 × -1 -3. എന്നിട്ട് എന്ത് ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്, ഓർമ്മയുണ്ടോ? ഇനിയെങ്കിലും ഓർക്കുന്നവരുണ്ടോ? ഇനിയെങ്കിലും ഇത് ഓർക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇനി എന്താ ചെയ്യണ്ടേ? സമറീൻ ക്ലിയർ വല്ലോ ഓർമ്മയുണ്ടോ? സാറേ സമറീൻ 4ാമത്തെ 5ാമത്തെ ഇതില് 5ാമത്തെ ആള് സമറീൻ അൺമ്യൂട്ട് ചെയ്തേ. ഇനി എന്താ ചെയ്യണ്ടേ? MNX ഒന്നും കൊടുക്കാനൊന്നും ചെയ്യണ്ട, വേറെ ഐഡിയ പറഞ്ഞു തരാം. ആ സ്കൂളിൽ പഠിപ്പിച്ചായിരിക്കും അല്ലേ? ആണോ? ഓക്കെ. അങ്ങനെയൊന്നും ചെയ്യണ്ട, വലിയ ഒരു പാടുമില്ല, വേറെ ഒന്നും ചെയ്യണ്ട. എളുപ്പമുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. ഇത് രണ്ടും ആഡ് ചെയ്യുക.
ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? -3 തന്നെ കിട്ടും അല്ലെ? ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് -3 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. എത്ര? +3. -3യുടെ നേരെ ഓപ്പോസിറ്റ് കൊടുക്കുക. എന്താണ്? +3. അതായിരിക്കും ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3. ക്ലിയർ ആണ്? ഇന്ന് കൈവീശ മക്കളെ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചേ. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ഒന്ന് കൈവീശുക. ഡൗട്ട്സ് ഉള്ളവർ ഹാൻഡ് റൈസ് ചെയ്യുക. ഈ പറഞ്ഞു തന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. കാരണം ഇത് പഠിക്കാതെ നമുക്ക് നോമൻക്ലേച്ചർ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ ആണോ എല്ലാവർക്കും? അബി എന്താണ് ഡൗട്ട്? ചോദിച്ചോ. എടാ, സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലിഗാൻഡ് ഇവിടെ H2O, അതിന് പകരം NH3 ഒക്കെയാണ് വരുന്നതെങ്കിൽ ലിഗാൻഡിന്റെ ചാർജ് 0 ആയിരിക്കും. H2O NH3 പോലുള്ള ലിഗാൻഡ്സ് 0 ആയിരിക്കും. ഇനി ക്ലോറിൻ ഒക്കെയാണ് വരുന്നതെങ്കിൽ അവിടെ -1 ആയിരിക്കും. ഓക്സലേറ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ -2 ആയിരിക്കും. സൾഫേറ്റ് ആണ് വരുന്നത്, SOO ആണ് വരുന്നതെങ്കിൽ അതും എന്തായിരിക്കും? അവിടെ -2 ഒക്കെ ആയിരിക്കും അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ ചാർജ് നമ്മൾ അറിഞ്ഞിരിക്കണം. കോമൺ ആയ കുറെ പേരുടെ ചാർജസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. H2O ആയതുകൊണ്ട് 0 ആണ്. അപ്പൊ ഇവിടെ 6 H2O ഉണ്ട്, പക്ഷെ 6 × 0 എത്ര തന്നെയാണ്? 0 തന്നെയാണ് നമുക്ക് കിട്ടുക. ക്ലോറിനെ സംബന്ധിച്ച് ക്ലോറിന്റെ ഹാലജൻ ഫാമിലി വരുന്നവരുടെ ഒക്കെ എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. സോ 3 × -1 എത്ര കിട്ടി? -3 കിട്ടി. അതിനുശേഷം ഈ കിട്ടിയ രണ്ട് ചാർജസ്, കിട്ടിയ രണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സും കൂടി ആഡ് ചെയ്യണം, സം ചെയ്യണം. സം ചെയ്യുമ്പോൾ നമുക്ക് -3 കിട്ടി. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും ആരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ +3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് തുടങ്ങാം. ലിഗാൻഡിനെ ഫസ്റ്റ് എടുക്കണം മക്കളെ. അവിടെ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ ഇവിടെ കാറ്റയോണിക് പാർട്ടിനാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ് ലിഗാൻഡിനാണ് പേര് കൊടുക്കേണ്ടത് ഫസ്റ്റ്. ഓക്കെ, നെയിം ദ ലിഗാൻഡ് എഴുതുക കേട്ടോ. നെയിം ദ ലിഗാൻഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ ആണ്. ഓക്കെ, നെയിം ദ ലിഗാൻഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഇതാണ് ഫസ്റ്റ് നിയമം. നെയിം ദ ലിഗാൻഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ലിഗാൻഡിന് പേര് കൊടുക്കുക. ഈ ലിഗാൻഡിന് H2Oക്ക് നമ്മൾ കോർഡിനേഷൻ കോമ്പൗണ്ടിൽ ഒരു പേര് പറയും. നമുക്കൊക്കെ അറിയാമോ? പേര് അറിയാവുന്നവരൊന്ന് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. H2Oക്ക് നമ്മൾ അങ്ങനെ പേര് കൊടുക്കുന്നത് ആർക്കെങ്കിലും അറിയോ? H2Oക്ക് കൊടുക്കുന്ന പേര് അക്വ എന്നാണ്. എന്താണ് മക്കളെ? അക്വ. അക്വ നമ്മള് ഹില്ലി അക്വ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഹില്ലി അക്വ മറ്റേ മിനറൽ വാട്ടർ, ഗവൺമെന്റിന്റെ ഒരു മിനറൽ വാട്ടർ ആണ് ഹില്ലി അക്വ എന്ന് പറയുന്നത്. ഓക്കെ, അക്വ ടെക് എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഒരു ഇതുണ്ടായിരുന്നു, നമുക്ക് വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു അല്ലെ? അക്വ ടെക് എന്നൊക്കെ പറഞ്ഞു. അല്ല, അക്വ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വാട്ടർ എന്നാണ്. ഓക്കെ, ഇപ്പൊ വാട്ടറിന് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പേര് അക്വ എന്നാണ്. ഇവിടെ എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ട് മക്കളെ? എത്ര എണ്ണം ഉണ്ട്? 6 ടൈംസ് അല്ലെ? 6 എണ്ണം ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉള്ളത് കൊണ്ട് നമ്മൾ അതിനെ ഹെക്സ എന്ന് കൊടുക്കും. എന്താണ് കൊടുക്കുക? ഹെക്സ. ക്ലിയർ ആണോ? ഹെക്സ എന്ന് കൊടുക്കും. ഓക്കെ, ഹെക്സ അക്വ. ഹെക്സ അക്വ. ക്ലിയർ ആണോ? അപ്പൊ ആദ്യം ലിഗാൻഡിനാണ് പേര് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ആൽഫബറ്റിക് ഓർഡർ നോക്കണ്ട, കാരണം ഒരൊറ്റ ലിഗാൻഡേ ഉള്ളൂ അല്ലെ? ഇവിടെ ഒറ്റ ലിഗാൻഡേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഇവിടെ ആൽഫബറ്റിക് ഓർഡേഴ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നോക്കേണ്ട കാര്യമില്ല. ഹെക്സ അക്വ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തെ എടുക്കണം. മനസ്സിലായോ? സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാ മക്കളത്? ഇവിടെ Mn എന്ന് പറഞ്ഞാൽ എന്താണ്? മാംഗനീസ് ആണ്. ആണല്ലോ? അപ്പൊ മാംഗനീസ് എന്ന് പേര് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട, അതുപോലെ തന്നെ അതിന്റെ പേര് കൊടുക്കുക, മാംഗനീസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂളിൽ എന്ത് പഠിപ്പിച്ചു എന്ന് നിങ്ങൾ നോക്കണ്ട. IUPAC നോമൻക്ലേച്ചറിന്റെ നിയമം ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ശേഷം വരുന്ന ഒക്കെ സ്മോൾ ലെറ്റർ ആയിരിക്കണം. അടുപ്പിച്ച് വേണം എഴുതാൻ, അകത്തി എഴുതാൻ പാടില്ല. മനസ്സിലായോ? സ്കൂളിൽ ടീച്ചർ പറയുന്നത്, ഇവിടെ ട്യൂഷൻ ക്ലാസ്സിൽ സാറ് പറയുന്നോ ഒന്നുമല്ല നിയമം. IUPAC പറയുന്നതാണ് നിയമം. ഇത് നിങ്ങൾ അതുപോലെ പഠിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എൻട്രൻസിന് ചെന്ന് പേരൊക്കെ കൊടുക്കുന്ന ആ സമയത്ത് എൻട്രൻസിന് പേരെടുത്ത് എഴുതുമ്പോൾ ആ നിയമം നിങ്ങൾ നോക്കിയല്ല എടുക്കുന്നതെങ്കിൽ തെറ്റായിരിക്കും.
സ്കൂളിൽ പഠിപ്പിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം. 10ാം ക്ലാസ് പോലെയല്ല UPSCൻ്റെയും കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. സ്റ്റാർട്ടിങ്ങിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, അതിനുശേഷം വരുന്ന എല്ലാം സ്മോൾ ലെറ്റർ ആയിരിക്കണം, ഇടയിൽ സ്പേസും പാടില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ഹെക്സ അക്വ മാംഗനീസ് കിട്ടി. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ നിയമം എന്താണ്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ പേര് കൊടുക്കുക അല്ലെ. നെയിം സെൻട്രൽ മെറ്റൽ ആറ്റം. സെൻട്രൽ മെറ്റൽ ആറ്റം ആണ് രണ്ടാമത്തെ, അതാണ് മാംഗനീസ് എന്ന് കൊടുത്തത്. മൂന്നാമത്തെ നിയമം എഴുതിക്കോ. എന്താണ്? റോമൻ ലെറ്റർ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കണം. അതായത് റൈറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഇൻ ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ന്യൂമറിക്. റോമൻ ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കൊടുക്കണം. ഇവിടെ ഓക്സിഡേഷൻ നമ്പറും നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് 3 ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ റോമൻ ലെറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ. അതിനുശേഷം നമ്മൾ നാലാമത്തെ നിയമമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാക്കി ആരാ ഉള്ളത്? നോൺ കോംപ്ലക്സ് പാർട്ടിനെയാണ് നമ്മൾ കൊടുക്കാനുള്ളത്. ശരിയാണല്ലോ? നോൺ കോംപ്ലക്സ് പാർട്ടിനെ എഴുതണം. അവസാനമാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? നോൺ കോംപ്ലക്സ് പാർട്ടിന്റെ പേര് കൊടുക്കേണ്ടത്. നോൺ കോംപ്ലക്സ് പാർട്ടിന്റെ പേര് കൊടുക്കേണ്ടത്. ഓക്കെ. നോൺ കോംപ്ലക്സ് പാർട്ടി ഇവിടെ ആരാണ്? ക്ലോറിൻ ആണ്. ക്ലോറിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പേര് കൊടുക്കേണ്ടത് എന്താണ്? ക്ലോറൈഡ് എന്നാണ് പേര് കൊടുക്കേണ്ടത്. എന്താണ് പേര് കൊടുക്കേണ്ടത്? ക്ലോറൈഡ്. ഓക്കെ. ക്ലോറൈഡ് എന്നാണ് പേര് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, സാറേ ക്ലോറിഡോ എന്നുള്ള ഒരു പേരുണ്ടല്ലോ സാറേ, അതെവിടെയാ കൊടുക്കണ്ടേ? നമ്മള് നോൺ കോംപ്ലക്സ് പാർട്ട് കൊടുക്കുമ്പോൾ ക്ലോറൈഡ് എന്ന് തന്നെ പറഞ്ഞു കൊടുക്കുക. ക്ലോറൈഡോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് എവിടെയാണെന്നറിയോ? ലിഗാൻഡിൽ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, ലിഗാൻഡില് ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്തെന്ന് വിളിക്കണം? എന്ത് കൊടുക്കണം? ക്ലോറൈഡോ എന്ന് പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലോറൈഡ് എന്ന് കൊടുക്കേണ്ടത് നോൺ കോംപ്ലക്സ് പാർട്ട് ആയിട്ട് വരുവാണെങ്കിൽ ക്ലോറിൻ നമ്മൾ ക്ലോറൈഡ് എന്ന് പറഞ്ഞു. ഇപ്പൊ ബ്രോമിൻ ആണെങ്കിൽ ബ്രോമൈഡ്, ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതല്ല, അത് വരുന്നത് ലിഗാൻഡിന്റെ സ്ഥാനത്താണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോറൈഡിന് എന്ത് കൊടുക്കണം? ക്ലോറിഡോ എന്ന് കൊടുക്കുക. ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിഡോ എന്ന് പറഞ്ഞു കൊടുക്കുക. മനസ്സിലായല്ലോ? അതുപോലെ ഫ്ലോറിൻ ആണെങ്കിൽ ഫ്ലൂറിഡോ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. ക്ലിയർ ആണെങ്കിൽ കൈവശം. സെറ്റ് ആണോ? ഓക്കെ. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ. ഒരെണ്ണം കൂടി കാണിച്ചു തരാം, അതിനുശേഷം ഞാൻ എക്സാമ്പിൾസ് വേറെ തരാം. ഓക്കെ. FeH2O 3 times, NH3 3 times, Br2. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കുക. ആദ്യം എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം ആരാണോ അവരുടെ ഓക്സിഡേഷൻ നമ്പർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാർ ഒരാളെ വിളിച്ചോ. ആരാണ് വരുന്നത്? ആരാണ്? സാൽമിയ. സാൽമിയ. ഇതില് സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാ മോളെ? Fe. അപ്പൊ Feയുടെ അല്ലേ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓക്കെ. എന്നാ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. മ്യൂട്ട് ചെയ്തു. പെട്ടെന്ന് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യുക. H2O ഒരു ന്യൂട്രൽ ആറ്റം, ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. NH3 അമീൻ എന്ന് പറയുന്നതും ഒരു ന്യൂട്രൽ ആണ്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ബ്രോമിൻ നമുക്കറിയാം ഹാലജൻ ആണ്, അതുകൊണ്ട് അതിന്റെ നമുക്ക് ചാർജ് എന്താന്ന് നമുക്കറിയാം. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്തവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്ത് പേര് കൊടുക്കാനല്ല, കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞ ഓക്സിഡേഷൻ നമ്പർ. അത് കാൽക്കുലേറ്റ് ചെയ്തവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക.
സർ ആരാണ്? ആഞ്ചലോ. മോനെ പറഞ്ഞു. +2 ആണ് കിട്ടിയത്. ആണോ? എല്ലാവർക്കും +2 ആണോ കിട്ടിയിരിക്കുന്നത്? ആണെങ്കിൽ ഒന്ന് കൈവീശാം. ഓക്കെ, ഇവയ്ക്ക് കിട്ടിയോ? ഇവ മൈക്കിൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്ക് Fe ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം മക്കളെ. H2Oക്ക് 0 ആണ് അല്ലെ? കാരണം എന്താണ്? ന്യൂട്രൽ ആണ്. അപ്പൊ 3 × 0 എന്ത് തന്നെ വരുള്ളൂ? 0 തന്നെയാണ് വരുള്ളൂ. NH3 എന്താണ് അവിടെ? 0 തന്നെയായിരിക്കും. കാരണം NH3 എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. 3 × 0 0 തന്നെയാണ് അവിടെ വരുള്ളൂ. ബ്രോമിനെ സംബന്ധിച്ച് ബ്രോമിന്റെ എന്താണ്? ഓക്സിഡേഷൻ നമ്പർ -1 ആണ് അല്ലെ? -1 ആണ് ബ്രോമിന്. 2 ബ്രോമിനുള്ളത് കൊണ്ട് തന്നെ ചെയ്യുമ്പോൾ -2 കിട്ടും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് കൈവീശാം. ഈ പറഞ്ഞ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം സം ചെയ്യണം. ഇതെല്ലാം സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ? -2 തന്നെയാണ് കിട്ടുള്ളൂ. സോ -2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തായിരിക്കും? +2 എന്ന് എഴുതുക അല്ലെ? അപ്പോൾ Fe ഓക്സിഡേഷൻ നമ്പർ നമുക്ക് എന്തെന്ന് കിട്ടി? +2 എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ എല്ലാവർക്കും? എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കൈവീശിക്കടാ. ഓക്കെ, അപ്പൊ +2 എന്ന് കിട്ടി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി എന്താണ്? നെയിം ദ ലിഗാൻഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഓക്കെ, നെയിം ദ ലിഗാൻഡ്. ഇവിടെ ലിഗാൻഡ് 2 എണ്ണം ഉണ്ട്. ആദ്യം നമ്മൾ ഒരെണ്ണം പഠിച്ചോളൂ. ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലെ? 2 എണ്ണത്തിന് H2Oക്ക് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേരെന്താണ്? അക്വ എന്നും NH3ക്ക് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അമീൻ എന്നുമാണ്. ശരിയാണോ? അല്ലെ? ഒരെണ്ണത്തിന് അക്വ എന്നും മറ്റൊന്നിനെ നമ്മൾ വിളിക്കുന്നത് അമീൻ എന്നുമാണ്. ശ്രദ്ധിക്കേണ്ട കേസ്, ഇവിടെ അമീനിന് അക്വയ്ക്കും ഏല് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്തും തോന്നും പോലെ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. എ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ് നോക്കുക. അടുത്ത ലെറ്റർ ഏതാണ്? Q ആണ് അക്വയ്ക്ക്. അമോണിയയ്ക്ക് എന്താണ്? M ആണ് അല്ലെ? അമീൻ. അമീൻ ആണ്, അമോണിയ അല്ല, അമീൻ ആണ്, M ആണ് വരുന്നത്. ഓക്കെ, അപ്പോ M ആണ് Q ആണോ ആദ്യം വരിക? M ആണ് വരേണ്ടത്. ശരിയാണല്ലോ? സോ നമ്മൾ അമീൻസിനാണ് പേര് കൊടുക്കേണ്ടത്. മനസ്സിലായോ? അമീൻസിന്റെ പേര് കൊടുക്കുമ്പോൾ ഇവിടെ എത്ര അമീൻ ഉണ്ട് മക്കളെ? 3 അമീൻ ഉണ്ട് ഇല്ലേ? 3 അമീൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നു? ട്രൈ അമീൻ എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ട്രൈ അമീൻ. അമീന് 2 M കൊടുക്കാറുണ്ട് ചിലയിടത്ത്, ചിലര് 1 M കൊടുക്കാറുണ്ട്. ഏത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? ചിലയിടത്ത് 2 M കൊടുക്കാറുണ്ട്, ചിലയിടത്ത് 1 M കൊടുക്കാറുണ്ട്. എന്തായാലും എങ്ങനെ കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ട്രൈ അമീൻ. ഓക്കെ, ട്രൈ അമീൻ. അടുത്തത് എന്താണ്? ട്രൈ അക്വ. 3 H2O ഉണ്ട്. സോ എന്ത് ചെയ്തു? ട്രൈ അക്വ. ട്രൈ അക്വ എന്ന് കൊടുത്തു. അപ്പൊ ട്രൈ അമീൻ, ട്രൈ അക്വ. അതിനുശേഷം എന്ത് ചെയ്യണം? സെൻട്രൽ മെറ്റൽ ആറ്റത്തെ എഴുതണം അല്ലെ? നെയിം ദ സെൻട്രൽ മെറ്റൽ ആറ്റം. ഇവിടെ സെൻട്രൽ മെറ്റൽ ആറ്റം ഏതായിരിക്കും മക്കളെ? അയൺ ആണ്. ആണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ പേര് കൊടുക്കേണ്ടത് അയൺ ആണ്. അപ്പൊ നിങ്ങൾ വേറൊരു പേരും അവിടെ പഠിക്കുന്നുണ്ട്, ഫെറൈറ്റ് എന്ന് പറഞ്ഞും പഠിക്കുന്നുണ്ട്. ഫെറൈറ്റ് എന്നുള്ള പേര് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫെറൈറ്റ് എന്നുള്ള പേര് കൊടുക്കേണ്ടത് ആനിയോണിക് പാർട്ട് വരുമ്പോൾ. ഇതിപ്പോ കാറ്റയോണിക്കിന്റെ പേര് കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ആനിയോണിക് വരുമ്പോഴാണ് നമ്മൾ ഫെറൈറ്റ് എന്നുള്ള പേരിൽ കൊടുക്കേണ്ടത്. അത് ഞാൻ അവിടെ വെച്ച് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്? അയൺ എന്നുള്ള പേര് തന്നെയാണ് കൊടുക്കേണ്ടത്. സോ അയൺ എന്ന് എഴുതുക. ഓക്കെ, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ അല്ല എടുത്ത് കൊടുക്കുന്നത്. റൈറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ന്യൂമറിക് അല്ലെ? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അതിന്റെ റോമൻ ന്യൂമറിക്കിൽ നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റിൽ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നോൺ കോംപ്ലക്സ് പാർട്ട് എഴുതണം. ഇവിടുത്തെ നോൺ കോംപ്ലക്സ് പാർട്ട് ആരാണ്? ബ്രോമിൻ ആണ് അല്ലെ? സോ നമ്മൾ എന്ത് എഴുതണം? ബ്രോമൈഡ്. നിങ്ങൾ എഴുതുമ്പോൾ നേരെ എഴുതി പോകണം. ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ എഴുതുവാണ്. ഓക്കെ, ബ്രോമൈഡ്. ബ്രോമൈഡ് എന്ന് കൊടുത്തു. ക്ലിയർ ആണോ എല്ലാവർക്കും? പറഞ്ഞത് ക്ലിയർ ആണെങ്കിൽ കൈവശം ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെയിമിങ് ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിളും ആണ്. ഓക്കെ, ഇതിനൊരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ അടക്കം നിങ്ങൾ പഠിക്കണം. തെറ്റാണോ?
ഇനി ഞാനൊരു ടേബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല ഒരു ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞില്ല, ആ ടേബിൾ കാണിച്ചു തരാം. ആ ടേബിൾ ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സാർ എന്നെ മാറ്റിക്കോ, ടേബിൾ മാത്രം കൊടുത്താൽ. ഓക്കെ, ടേബിൾ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ മക്കളെ. ടേബിൾ ഓക്കെ, നിങ്ങൾ ആവശ്യമുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത മക്കളെ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് എഴുതിയെടുക്കണം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ എല്ലാവരും. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ, ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും. കാരണം ഈ ടേബിൾ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ അക്വ, വാട്ടറിന്റെ അക്വ എന്ന് പേര് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ NH3 അമീൻ എന്നുള്ള പേര് കൊടുത്തു അല്ലെ. AMM ഉണ്ട്, അത് കൊടുക്കുന്നത് കാരണം അമോണിയാണ് സത്യം പറഞ്ഞ NH3. അതുകൊണ്ടാണ് അമീൻ എന്നുള്ള പേരിന് അവിടെ 2M വന്നത്. NH2-നെ നമ്മൾ അമീൻ എന്ന് വിളിക്കും. ഓക്കെ, ഓർഗാനിക് ചെല്ലുമ്പോൾ നമ്മൾ NH2-നെ നമ്മൾ എന്തെന്ന് വിളിക്കും, അമീൻ എന്ന് വിളിക്കും. അവിടെ അമീൻ വിളിക്കുമ്പോൾ നമ്മൾ എന്താണ്, ഒരു M ആണ് കൊടുക്കാറുള്ളൂ. ഓക്കെ, അത് NH2 ആണ്, ഇതെന്താണ് NH3 ആണ്, അമോണിയയുടെ അമീനാണ്. അതുകൊണ്ടാണ് അവിടെ M വന്നിരിക്കുന്നത് കേട്ടോ. അത് ഒന്ന് ശ്രദ്ധിക്കുക മക്കള്. ചിലപ്പോൾ സ്കൂളിൽ എഴുതി തരുമ്പോൾ ചിലപ്പോൾ ഒരു M ഉണ്ടാവുള്ളൂ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ M കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. എല്ലാവരും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോ? എല്ലാവരും നിർബന്ധമായിട്ട് എടുക്കണം ഇത്. അതിനുശേഷം നിങ്ങൾ ടൈം കിട്ടും പോലെ ബുക്കിലേക്ക് എന്ത് ചെയ്യണം, പകർത്തി എഴുതുകയും ചെയ്യണം കേട്ടോ. ഈ പേര് അറിഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ, നമുക്കറിയാം ക്ലോറിൻ അല്ലെ, Cl- വരുവാണെങ്കിൽ ക്ലോറിഡോ അത് നെഗറ്റീവ് ലിഗാൻഡ് ആയിട്ട് വരുമ്പോഴാണ്. ന്യൂട്രൽ ലിഗാൻഡ് ഉണ്ട്, നെഗറ്റീവ് ലിഗാൻഡ്സും ഉണ്ട്. ഓക്കെ, അത് ക്ലോറിൻ ആണെങ്കിൽ ക്ലോറിഡോ, അത് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്. ലിഗാൻഡ് ആയിട്ട് വരുമ്പോൾ ക്ലോറിഡോ എന്നാണ് കൊടുക്കേണ്ടത്. നോൺ കോംപ്ലക്സ് പാർട്ട് വരുമ്പോഴാണ് എന്ത് കൊടുക്കേണ്ടത്, ക്ലോറിൻ എന്ന് പറഞ്ഞ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ബ്രോമിൻ ആണെങ്കിൽ ബ്രോമിഡോ, അയഡിൻ ആണെങ്കിൽ ഐഡിഡോ, ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറിഡോ, Cn- ആണെങ്കിൽ സൈനിഡോ, അല്ലെങ്കിൽ സയാനോ എന്നും കൊടുക്കാം. സൈനിഡോ എന്നുള്ളവിടെ നമുക്ക് എന്തെന്നും പറയാം, സയാനോ എന്ന് പറഞ്ഞാലും തെറ്റില്ല. OH- ഹൈഡ്രോക്സോ, അതുപോലെ തന്നെ S2O3 2- തയോസൾഫേറ്റോ, CO3 2- കാർബണേറ്റോ, O2- ഓക്സിഡോ, S2- സൾഫൈഡോ, N3- നൈട്രൈഡോ. ഓക്കെ, ഇനി സോറി അത് N2- ആണ് കേട്ടോ. ഓക്കെ, അതുപോലെ CH3COO- അസറ്റേറ്റോ, C2O4 2- ഓക്സലേറ്റോ, SCN- തയോസൈനേറ്റോ. മാറിപ്പോയത് തയോസൾഫേറ്റോ, S2O3 2- ആണ്. ഇവിടെ SCN- ആണ് എന്ത്, തയോസൈനേറ്റോ. ഇനി തയോസയാനോ എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓക്കെ, അതുപോലെ തന്നെ NCS- ഐസോ തയോസൈനേറ്റോ, S4 2- സൾഫേറ്റോ, SO3 2- SO4 ആണെങ്കിലാണ് സൾഫേറ്റോ. ഓക്കെ, SO3 ആണെങ്കിൽ സൾഫൈറ്റോയാണ്. മാറിപ്പോവും, മനസ്സിലായി? അതുകൊണ്ടാണ് കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞത്. SO4 2- ആണെങ്കിൽ സൾഫേറ്റോ, SO3 2- ആണെങ്കിൽ സൾഫൈറ്റോ. ഓക്കെ, NO3- ആണെങ്കിൽ നൈട്രേറ്റോ, NO3- ആണെങ്കിൽ നൈട്രേറ്റോ, NO2- ആണെങ്കിൽ നൈട്രൈറ്റോ. ഓക്കെ, നൈട്രൈറ്റോ N ആണിത്. ONO- ഇത് നമ്മൾ ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആണ് അല്ലെ. അതായത് NO2 എന്ന് പറയുന്നത് എന്താണ്, ആംബിഡെന്റേറ്റ് ആണ്. നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് അത്. നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ബൈഡെന്റേറ്റ് ആയിട്ട് തോന്നുമെങ്കിലും അതെന്താണ് സത്യത്തില് ഒരു മോണോഡെന്റേറ്റ് ലിഗാൻഡ് ആണ്. കാരണം ഒരേ സമയം ഒരാളായിട്ട് മാത്രം അല്ലെ, ഒരേ സമയം ഒരാളായിട്ട് മാത്രമാണ് ലിഗാൻഡ് നടത്തുള്ളൂ, ബോണ്ടിങ് നടത്തുള്ളൂ സെൻട്രൽ മെറ്റൽ ആറ്റം ആയിട്ട്. പക്ഷേ അവർക്ക് എന്ത് കഴിവുണ്ട്, രണ്ട് ആറ്റങ്ങൾക്കും ബോണ്ടിങ് നടത്താനുള്ള കഴിവ് അവർക്കുണ്ട്. ഓക്കെ, അതാണ് NO2- ആണെങ്കിൽ നൈട്രൈറ്റോ N, ONO- ആണെങ്കിൽ നൈട്രൈറ്റോ O. അതായത് ഓക്സിജനുമായിട്ടാണ് അവിടെ എന്ത് നടത്തുന്നത്, സെൻട്രൽ മെറ്റൽ ആറ്റവുമായിട്ട് ബോണ്ടിങ് നടത്തുന്നതെങ്കിലാണെങ്കിൽ നൈട്രൈറ്റോ N-ഉം നൈട്രൈറ്റോ O-യും. ഇനി നൈട്രജനുമായിട്ടാണ് ബോണ്ടിങ് നടത്തുന്നതെങ്കിൽ അതെന്തായിരിക്കും, നൈട്രൈറ്റോ N-ഉം ആയിരിക്കും. ഓക്കെ, NH2 CH2 COO- ഗ്ലൈസൈനേറ്റോ. ഓക്കെ, ഗ്ലൈസൈനേറ്റോ. N3- ആണെങ്കിൽ അതെന്തായിരിക്കും, അസിഡോ. ഓക്കെ, എന്തായിരിക്കും, അസിഡോ. ഇനി അടുത്തത് NH3 ന്യൂട്രൽ ലിഗാൻഡ്സിന് എക്സാമ്പിൾ ആണ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് ന്യൂട്രൽ പഠിക്കാൻ പറയണമെന്ന് അറിയോ? നെഗറ്റീവ് എന്ത് നമുക്ക് അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ എങ്ങനെയാ, ഇപ്പൊ Cl- Br-, I-, F-, Cn-, OH- ഒക്കെ എന്താണ്, -1 ആണ്. ഓക്കെ, ഒരൊറ്റ നെഗറ്റീവ് ചാർജ് അല്ലേ അവിടെ ഉള്ളൂ.
അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, അതേസമയം നിങ്ങൾ നോക്കിക്കുക S2O3 2 മൈനസ് എന്ന് പറഞ്ഞാൽ പോകുന്നത് 2 എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? അതിന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആയിരിക്കും. ഓക്കെ, അതേസമയം N3 മൈനസ് ആണ് അല്ലെ, N2 അല്ലല്ലോ, അത് N3 അല്ലേ സാറേ? അല്ലേ, N3 മൈനസ് ആണ്. N3 മൈനസ് ആണ് കേട്ടോ. N3 മൈനസ് ആണെങ്കിൽ 3 മൈനസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്? -3 ആയിരിക്കും. ഓക്കെ, CH3COO മൈനസ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? -1 ആയിരിക്കും. C2O4 2 മൈനസ് ഓക്സലേറ്റോ, ഇമ്പോർട്ടന്റ് ആണ് ഓക്സലേറ്റോ, മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ള ഓക്സലേറ്റോ എന്താണ്? -2 ആണ് അതിന്റെ. കാരണം എന്താണ്? 2 മൈനസ് എന്ന് പറഞ്ഞാണ് ചാർജ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുമ്പോൾ നമ്മൾ -2 ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. മനസ്സിലായോ? അങ്ങനെ അതിന്റെ മുകളിലുള്ള ചാർജ് ഒക്കെ SCN മൈനസ് എന്തായിരിക്കും? -1 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ മുകളിലുള്ള ഓക്സിഡേഷൻ എന്ന നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതിന്റെ മുകളിലുള്ള ചാർജ് നോക്കിയാൽ മതി. ഓക്കെ, സമയം ന്യൂട്രൽ ലിഗാൻസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം ന്യൂട്രൽ ലിഗാൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒക്കെ 0 ആയിരിക്കും. ഓക്കെ, NH3 അമീൻ, H2O അക്വ, NH2 CH2 CH2 NH2 ഈഥൈൻ 1,2 ഡൈ അമീൻ EN. ഓക്കെ, EN എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം മിക്കപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ് EN-ന്റെ കേസ്. ഓക്കെ, അത് ന്യൂട്രൽ ആണ്. C5H5N പിരിഡിൻ, NO നൈട്രോസൈൽ, CO കാർബണൈൽ, P C6H5 ത്രൈസ് ട്രൈഫിനൈൽ ഫോസ്ഫൈൻ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് NH3H2O, അതുപോലെ തന്നെ ഈഥൈൻ ഡൈഅമീൻ, ഈഥൈൻ 1,2 ഡൈഅമീൻ, അതുപോലെ തന്നെ പിന്നെ ചോദിക്കാറുള്ള കാർബണൈലും നൈട്രോസൈലും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്താണ്? 0 ആണ്. അതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ലിഗാൻസിന്റെ എക്സാമ്പിൾ ആണ് NH2 NH3+ ഹൈഡ്രസീനിയം, NO2+ നൈട്രോണിയം, NO+ നൈട്രോസോണിയം. ക്ലിയർ ആണോ മക്കൾക്ക്? പറഞ്ഞത് മനസ്സിലായെന്ന് കൈവിശാം. ക്ലിയർ ആണോ? അപ്പോൾ ഇത് പഠിച്ചിരുന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ നെറ്റിലൊക്കെ നോക്കി ഒത്തിരി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾസ് കിട്ടും. ഇത് നിങ്ങൾ പരമാവധി ചെയ്ത് പഠിക്കണം. 2 മാർക്കാണെങ്കിലും 3 മാർക്കാണെങ്കിലും ഈ 3 മാർക്കിന് 2 മാർക്കിനൊക്കെ അതിൻ്റെതായ വാല്യൂ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ട് നെയിമിംഗ് പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു കെമിക്കൽ ഫോർമുലയായിട്ട് പിന്നെ ഉള്ള ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് നമുക്ക് നോക്കാം. സാർ കൊടുക്കാം. ഓക്കെ, ഇതാണ് കെമിക്കൽ ഫോർമുല Cl-. അതിന് നമ്മൾ ക്ലോറിഡോ അല്ലെങ്കിൽ ക്ലോറോ എന്നുള്ള പേരിൽ നമ്മൾ പറയും. ബ്രോമിൻ ആണെങ്കിൽ Br- ബ്രോമിഡോ അതല്ലെങ്കിൽ ബ്രോമോ എന്ന് പറഞ്ഞു പറയും. അയഡിൻ ആണെങ്കിൽ ഐഡൈഡോ അല്ലെങ്കിൽ ഐഡോ എന്ന് വിളിച്ച് പറയും. ഫ്ലൂർ ആണെങ്കിൽ ഫ്ലൂറൈഡോ അല്ലെങ്കിൽ ഫ്ലൂറോ എന്ന് പറഞ്ഞു പറയും. ഇനി Cn- സൈനൈഡോ അല്ലെങ്കിൽ സയാനോ എന്ന് പറയും. ഇനി C3 ആണെങ്കിൽ കാർബണേറ്റോ, C2O4 2 ആണെങ്കിൽ ഓക്സലേറ്റോ, SCN- തയോസൈനൈറ്റോ. ഇതൊക്കെയാണ് മോസ്റ്റ് പോപ്പുലർ ആയിട്ട് കണ്ടുവരുന്ന കുറച്ച് പേരാണ്. അത് മാത്രം തിരഞ്ഞെടുത്ത് പറഞ്ഞിരുന്നതാണ്. അതുപോലെ NCS- ഐസോ തയോസൈനേറ്റോ, SO4 2 സൾഫേറ്റോ, NO2 നൈട്രേറ്റോ, ONO- നൈട്രേറ്റോ, NH3 അമീൻ, H2O അക്വ, അതുപോലെ തന്നെ ഈഥൈൻ 1,2 ഡൈ അമീൻ, CO കാർബണൈൻ. ഇതൊക്കെ മോസ്റ്റ് കോമൺ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, മറ്റേത് പഠിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് പേര് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇതും ആവശ്യമുള്ളവർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്തായാലും ആദ്യം കാണിച്ചു തന്ന ആ ഒരു ടേബിൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ, അത് എന്ത് ചെയ്യണം? എഴുതി എടുക്കണം. ഒരു ബുക്കിലേക്ക് എഴുതിയെടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക? അതിരുന്ന് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്. നിങ്ങൾക്ക് കൈവശിക്കേടാ. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ 2 എക്സാമ്പിൾ നമ്മൾ നോക്കി അല്ലെ? 2 എക്സാമ്പിള് കാറ്റയോണിക് കോർഡിനേഷൻ എൻറ്റൈറ്റി അല്ലെ? കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ പേര് കൊടുക്കുന്നതിൽ കാറ്റയോണിക് പാർട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ അത് നോക്കി. ഇനി ആനിയോണിക് പാർട്ട് വരുന്നത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം കുറെ എക്സാമ്പിൾസ് ഇട്ട് തരാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ആനിയോണിക്. സാറേ ഇത് മാറ്റിക്കോ. അല്ല, സ്ലൈഡ് മാറ്റിക്കോ. ഓക്കെ, ആനിയോണിക് അടുത്ത ഹെഡിങ് ആയിട്ട് ജസ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് എഴുതിയാൽ മതി. ആനിയോണിക്കിന്റെ പേരെങ്ങനെ കൊടുക്കാം? ആനിയോണിക്. ആനിയോണിക്കിന്റെ പേര് എങ്ങനെ കൊടുക്കാമെന്ന് എഴുതുക കേട്ടോ.
ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോ. K for C K for CO Cl6. K for CO Cl6. ഓക്കെ, എന്ത് ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്തോ. ഏതിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട മക്കളെ? അതൊന്ന് പറഞ്ഞേ. ഇവിടെ ഏതിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? K ആണെങ്കിൽ 1 കാണിക്കുക, CO ആണെങ്കിൽ 2 കാണിക്കുക, Cl ആണെങ്കിൽ 3 കാണിക്കുക. ഇതിലെ ഏതിന്റെ ഓക്സിഡേഷൻ നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1, 2, 3. K ആണെങ്കിൽ 1, CO ആണെങ്കിൽ 2, Cl ആണെങ്കിൽ 3. കാണിക്കണം, എല്ലാരും കാണിക്കേ. ഓക്കെ, 2 കാണിക്കുന്നവര് മാത്രം ഒന്ന് കൈവശിക്കേ. 2 കാണിക്കുന്നവര് മാത്രം. വളരെ കുറച്ച് പേരാണ് 2 കാണിക്കുന്നുള്ളൂ. മക്കളെ, ഇതിന് സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ആണോ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അതാണ് പറയുന്നത്, മനസ്സിലാക്കി പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്താണ് നിങ്ങളോട്? ആദ്യം കിടക്കുന്നവന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൽ സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാ മക്കളെ? ഏതാണ് സാർ? ഒരാളെ ഒന്ന് പിടിച്ചേ. അർജുൻ VS. മോനെ, എടാ, ഇതിലെ സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാ? CO ആണ്. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. മാറ്റമില്ല. ഉറപ്പാണ്? മാറ്റമില്ല. മക്കളെ, ഇത് CO ആണ് സെൻട്രൽ മെറ്റൽ ആറ്റം എന്നുള്ളവരൊന്ന് കൈവശിക്കേ. CO ആണ്. ഉറപ്പാണ്? ഓക്കെ, CO തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആരുടെയാണ്? CO ആണ്. കാരണം CO എന്ന് പറയുന്നത് കൊബാൾട്ട് ആണ്, അല്ലെ? ഈ കൊബാൾട്ട് ഒക്കെ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ് ആണ്, അല്ലെ? കാരണം ട്രാൻസിഷൻ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ട്രാൻസിഷൻ എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പേഴ്സ് ആണ് എന്ത് ചെയ്യാറുള്ളത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാറുള്ളത്, അല്ലെ? അതുകൊണ്ടാണ് അവരുടെ കണ്ടുപിടിക്കുക. മറ്റുള്ളവരുടെയൊക്കെ എന്തായാലും സ്റ്റേബിൾ ആയിരിക്കും, എപ്പോഴും ഒരുപോലെ തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റാ, അല്ലെ? സോഡിയത്തിന് തൊട്ട് താഴെ കിടക്കുന്നവനാ പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും മക്കളെ? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? ഒരാൾ വിളിച്ചത് തരാം. ഒന്നും കാണിക്കാത്ത ഒരാൾ വിളിച്ചേ. ഗൗരി KP. ഗൗരി, ഗുഡ് മോർണിംഗ്. സൗണ്ടിൽ അതിൽ ആള് മിണ്ടുന്നില്ല. ഗൗരി KP അല്ലെ? ഗൗരി തന്നെയല്ലേ പേര്? ഗൗരി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോളെ. സൗണ്ട് ഇല്ല. ഓക്കെ, വേറെ ഒരാൾ വിളിച്ചോ. ശിവനന്ദ. അൺമ്യൂട്ട് ആവട്ടെ. ഒന്നും വരുന്നില്ല. വേറൊരാൾ വിളിച്ചു സാറേ. അന്ന ഷിബു. യൂണിഫോം ഒക്കെ ഇട്ട് സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഗുഡ് മോർണിംഗ് മോളെ. പറഞ്ഞേ, ഇതിലെ കെയുടെ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? എന്തുകൊണ്ട്? വെരി ഗുഡ്, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അതെ. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ, സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ, ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആയിട്ടാണ് പൊതുവെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. കാരണം അവരൊക്കെ എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ് ആണ്. ഓക്കെ, അറിഞ്ഞിരിക്കണം മക്കളെ. ഇനി സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് മാഗ്നീഷ്യം, കാൽഷ്യം ഒക്കെ, അല്ലെ? അവരുടെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? +2 ആയിരിക്കും. ഹാലജൻസിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആയിരിക്കും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? 4 × 1 എത്ര വരും? 4 തന്നെ വരും. ശരിയാണല്ലോ? ആണല്ലോ? ഓക്കെ, +4 എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. ഓക്കെ, അടുത്ത ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 അല്ലെ? അത് 6 എണ്ണം ഉണ്ട് അവിടെ.
സോ 6 × -1 എത്രയാണ്? -6 ആയിരിക്കും. ശരിയാണല്ലോ, -6 ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്യുക. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? +4 - 6 -2 കിട്ടും. ശരിയാണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? -2 ആണ് കിട്ടുക അല്ലേ? അങ്ങനെയാണെങ്കിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായി മാറും? +2 ആയിരിക്കും. ശരിയല്ലേ? +2 കിട്ടിയ എത്ര പേരുണ്ടെന്ന് കൈവശിക്കേ? +2 കിട്ടിയവരൊന്ന് കൈവശിക്കേ. ഓക്കെ, ഇസ്മായില വല്ലതും കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പൊ +2 ആണ് ഇതിന്റെ എന്ത് ഓക്സിഡേഷൻ നമ്പർ. ഇനി പേര് കൊടുക്കുമ്പോൾ മക്കളെ കുറച്ച് മാറ്റം ഉണ്ടടാ. ഓക്കെ, നമ്മൾ 4 നിയമം പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു 5 നിയമം ഉണ്ട്. ഓക്കെ, പ്ലസ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത് പേര് കൊടുക്കേണ്ടത് നോൺ കോംപ്ലക്സ് പാർട്ടിനാണ്. ഓക്കെ, ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്? നോൺ കോംപ്ലക്സ് പാർട്ടാണ്. നോൺ കോംപ്ലക്സ് പാർട്ടിനാണ് ഫസ്റ്റ് പേര് കൊടുക്കേണ്ടത്. നോൺ കോംപ്ലക്സ് പാർട്ടിന് ഫസ്റ്റ് പേര് കൊടുക്കുമ്പോൾ മക്കളെ ഇതിന്റെ നോൺ കോംപ്ലക്സ് പാർട്ട് K4 ആണ്. ശരിയാണല്ലോ, പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിന് എന്തെന്ന് പേര് കൊടുക്കാം? പൊട്ടാസ്യം തന്നെ പേര് കൊടുക്കാം, വേറെ മാറ്റമൊന്നുമില്ല. പൊട്ടാസ്യത്തിന് കൊടുക്കേണ്ട പേരാണ് എന്തെന്ന്? പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യം എന്ന് കൊടുക്കുക, പൊട്ടാസ്യം. രണ്ടാമത്തെ നിയമം ഇനി എന്തായിരിക്കും? ലിഗാൻഡിന് പേര് കൊടുക്കണം അല്ലേ? ആണല്ലോ, അല്ലെങ്കിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് പേര് കൊടുക്കണം. എന്താണ്? ലിഗാൻഡിനാണ് പേര് കൊടുക്കേണ്ടത്, സെൻട്രൽ മെറ്റൽ ആറ്റത്തിനാണ് പേര് കൊടുക്കേണ്ടത്. പെട്ടെന്ന് പറ. നമുക്ക് ഇസ്മായിലിനോട് തന്നെ ചോദിക്കാം. അതായത് നമ്മള് ആദ്യം കിടക്കുന്ന ആളെന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു? കാറ്റയോണിനാണ് പേര് കൊടുക്കേണ്ടത് അല്ലെ? ഇവിടെ ആനിയോണിക് പാർട്ടായിട്ടാണ് കോർഡിനേഷൻ എൻഡൈറ്റ് നിൽക്കുന്നത്. കാറ്റയോണിനാണ് എങ്ങനെ വന്നാലും ഫസ്റ്റ് പേര് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് കെക്ക് നമ്മൾ പേര് കൊടുത്തു, പൊട്ടാസ്യം എന്ന് പേര് കൊടുത്തു. അതിനുശേഷം നമ്മൾ കോർഡിനേഷൻ എൻഡൈറ്റിയിലേക്ക് കയറുമ്പോൾ, കോർഡിനേഷൻ സ്ഫിയറിലേക്ക് കയറുമ്പോൾ കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലുള്ള ആളുടെ പേര് കൊടുക്കണം. മക്കളെ ഈ നോൺ കോംപ്ലക്സ് പാർട്ടിന് മറ്റൊരു പേരും പറയുന്നത് കൗണ്ടർ അയോൺ എന്നുള്ള പേരും പറയാറുണ്ട്. അതറിയായിരിക്കുമല്ലോ, ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു. കൗണ്ടർ അയോൺ എന്നായിരിക്കും ചിലപ്പോൾ സ്കൂളിൽ കൗണ്ടർ അയോൺ എന്ന് ടീച്ചേഴ്സ് പറയുമ്പോൾ വാ വിളിച്ചിരിക്കരുത്. നോൺ കോംപ്ലക്സ് പാർട്ടിന് മറ്റൊരു പേരാണ് കൗണ്ടർ അയോൺ. ഓക്കെ, അപ്പൊ അതിനുശേഷം നമ്മൾ പിന്നെ കൊടുക്കേണ്ടത് കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലുള്ള പേരാ. കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലുള്ള പേര് കൊടുക്കും. ഫസ്റ്റ് കൊടുക്കേണ്ട ആർക്കാ ഇസ്മയിലെ? എടാ, കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിലെ ഫസ്റ്റ് ആർക്കാ പേര് കൊടുക്കണ്ടേ? സെൻട്രൽ മെറ്റൽ ആറ്റത്തിനാണോ ലിഗാൻഡിനാണോ ഫസ്റ്റ് പേര് കൊടുക്കണ്ടേ? ലിഗാൻഡിനാണ് പേര് കൊടുക്കുന്നത്. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം? ലിഗാൻഡിന് പേര് കൊടുക്കണം അല്ലെ? ലിഗാൻഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ അല്ലെ? ആൽഫബറ്റിക് ഓർഡറിലായിരിക്കണം ലിഗാൻഡിന് പേര് കൊടുക്കേണ്ടത്. ഓക്കെ, ലിഗാൻഡിന് ആൽഫബറ്റിക് ഓർഡറിൽ പേര് കൊടുക്കുക. ഇവിടുത്തെ ലിഗാൻഡ് ആരാ മക്കളെ? ക്ലോറിൻ ആണ് അല്ലെ? ക്ലോറിൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് കൊടുക്കുമ്പോൾ എങ്ങനെ പേര് കൊടുക്കാം? ആദ്യം നമ്മൾ പൊട്ടാസ്യം എന്ന് കൊടുത്തു. ഇനി അവിടെ 6 ക്ലോറിൻ ഉണ്ട് അല്ലെ? പൊട്ടാസ്യം 6 ക്ലോറിൻ ഉണ്ട് ഇല്ലേ? 6 ക്ലോറിൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തെന്ന് പേര് കൊടുക്കണം? ഹെക്സ അല്ലെ? ഹെക്സ. ക്ലോറൈഡ് എന്നാണോ ക്ലോറിഡോ എന്നാണോ? പറഞ്ഞേ. ക്ലോറൈഡ് എന്നാണോ പേര് കൊടുക്കേണ്ടത്, ക്ലോറിഡോ എന്നാണോ പേര് കൊടുക്കേണ്ടത്? ആരാണ് സാറേ? ദിയ ജോർജ്. ക്ലോറിഡോ എവിടെയാണ്? കണ്ടില്ലല്ലോ. അവിടെ അല്ലെ? ക്ലോറിഡോ എന്നാണ് പേര് കൊടുക്കേണ്ടത്. മക്കളെ ശ്രദ്ധിച്ചോട്ടോ, ക്ലോറിഡോ എന്നാണ് കൊടുക്കേണ്ടത്, ക്ലോറൈഡ് എന്നല്ല. കാരണം എന്താണ്? ലിഗാൻഡ് ആണ്. ലിഗാൻഡിന് പേര് കൊടുക്കുമ്പോൾ ക്ലോറിഡോ എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതല്ല നോൺ കോംപ്ലക്സ് പാർട്ടായിട്ട് അവസാനിക്കുന്ന അവസ്ഥയിലായിരുന്നുവെങ്കിൽ ആണ് നമ്മൾ എന്തെന്ന് പേര് കൊടുക്കേണ്ടത്? ക്ലോറൈഡ് എന്ന് പറഞ്ഞ് പേര് കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ക്ലോറിഡോ എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആർക്ക് പേര് കൊടുക്കണം? മൂന്നാമത്തെ ആൾ ആരാണ്? ആർക്ക് പേര് കൊടുക്കണം? ഒരാളെ വിളിച്ചു സാറേ. അഭി. അഭി എന്താണ് ഡൗട്ട്? ഏത് ഭാഗാടാ? ഇതാണോ ക്ലോറിഡോ? എടാ, ആദ്യം പൊട്ടാസ്യം നോൺ കോംപ്ലക്സ് പാർട്ടിനാണ് പേര് കൊടുക്കുന്നത്. ആനിയോണിക് ആകുമ്പോൾ, ആനിയോണിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോൺ കോംപ്ലക്സ് പാർട്ട് ആദ്യം വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്? ആനിയോണിക് എന്ന് വിളിക്കുന്നത്. കാറ്റയോണിക് ആണെങ്കിൽ എന്ത് വരും? ഈ നോൺ കോംപ്ലക്സ് പാർട്ട് അവസാനം വരുമായിരുന്നു. ഓക്കെ, അത് നമ്മൾ ആദ്യം പഠിച്ചത്. ഇത് രണ്ടാമത് ആനിയോണിക് പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ നോൺ കോംപ്ലക്സ് പാർട്ടിന് പേര് കൊടുത്തു പൊട്ടാസ്യം. അതിനുശേഷം നമ്മൾ കോർഡിനേഷൻ
സ്ഫിയറിന്റെ ഉള്ളിലേക്ക് കയറി, കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ കയറി ഫസ്റ്റ് നമ്മൾ പേര് കൊടുക്കേണ്ട ആർക്കായിരിക്കണം? ലിഗാൻഡിനായിരിക്കും പേര് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ലിഗാൻഡ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. ഇവിടെ ഒന്നിൽ കൂടുതൽ ലിഗാൻഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കണമായിരുന്നു. ഇപ്പൊ ഒരു ലിഗാൻഡ് ഉള്ളൂ, ക്ലോറിൻ. അതുകൊണ്ട് നമ്മൾ ക്ലോറിന് ഫസ്റ്റ് പേര് കൊടുത്തു. 6 ക്ലോറിൻ ഉള്ളതുകൊണ്ട് ഹെക്സ എന്ന് പേര് കൊടുത്തു. ക്ലോറിൻ എന്നുള്ളത് ഇവിടുത്തെ ലിഗാൻഡ് ആയതുകൊണ്ട് ക്ലോറിഡോ. നോൺ കോംപ്ലക്സ് പാർട്ടായിട്ട് പുറത്ത് കിടന്ന അവസാനത്തെ അവസ്ഥയായിരുന്നെങ്കിൽ അതിനെ നമ്മൾ ക്ലോറൈഡ് എന്ന് വിളിക്കും. അതല്ല, ലിഗാൻഡ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പേര് കൊടുക്കും? ക്ലോറിഡോ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് ആർക്ക് പേര് കൊടുക്കാം സാർ? ഒരാൾ വിളിച്ചു. ആര്യൻ. അടുത്ത ആർക്കാടാ പേര് കൊടുക്കേണ്ടത്? ഇപ്പൊ നമ്മൾ ആർക്കൊക്കെ പേര് കൊടുത്തു? നോൺ കോംപ്ലക്സ് പാർട്ടിന് പേര് കൊടുത്തു, ലിഗാൻഡിന് പേര് കൊടുത്തു. ഇനി അടുത്ത ആരാണ് വരേണ്ടത് അവിടെ? ആര്യനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാനൊന്നുമില്ല. സെൻട്രൽ മെറ്റൽ ആറ്റം. ഇതാണോ നീ ഇത്രയും പറയാനാണ് ഇത്ര നേരം ആലോചിച്ചേ? സെൻട്രൽ മെറ്റൽ ആറ്റം. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് പേര് കൊടുക്കുക. സെൻട്രൽ മെറ്റൽ ആറ്റം. മെറ്റൽ ആറ്റത്തിന് പേര് കൊടുത്തു. ഓക്കെ. സെൻട്രൽ മെറ്റൽ ആറ്റം ഇവിടെ ആരാണ് മക്കളെ? കൊബാൾട്ട് ആണ് അല്ലെ? കൊബാൾട്ട് ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. ശരിയാണോ? ഇവ എന്നാണ്? ഇവാന്നാണോ? ഇവ. ഓക്കെ. ഒന്നുമില്ല. ഓക്കെ. അപ്പൊ എന്താണ് പേര് കൊടുത്തു നമ്മൾ? സെൻട്രൽ മെറ്റൽ ആറ്റം കൊബാൾട്ട്. കൊബാൾട്ടിന്റെ പേര് കൊടുത്തു. മക്കളെ, കൊബാൾട്ടിന്റെ കൂടെ നമ്മൾ എന്തും കൂട്ടണം? അടുത്ത നിയമം പറയുവാണ്. ഇവിടെ പേര് പറയുമ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ കൂടെ ATE എന്ന് കൂട്ടണം. എന്ത് കൂട്ടണം മക്കളെ? ATE എന്ന് പേര് കൂട്ടണം. അതായത് ഏതൊരു മെറ്റൽ ആണെങ്കിലും ആ മെറ്റലിന്റെ ഒപ്പം ATE കൂട്ടണം. അപ്പൊ ഇവിടെ കൊബാൾട്ടിന്റെ കൂടെ കയറ്റുമ്പോ എന്തെന്ന് പേര് വരും? കൊബാൾട്ടേറ്റ് എന്ന് പേര് വരും. എന്തെന്ന് വരും? കൊബാൾട്ടേറ്റ് എന്ന് പേര് വരും. മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. ഇപ്പൊ മാഗ്നീസ് ആണെങ്കിൽ മാഗ്നറ്റേറ്റ് എന്നുള്ള പേര് വരും. ഓക്കെ. അങ്ങനെയുള്ള പേര് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഇപ്പം സിങ്ക് ആണെങ്കിൽ സിങ്കേറ്റ്. ഓക്കെ. കോപ്പർ ആണെങ്കിലോ കോപ്പറേറ്റ് എന്നുള്ള പേരോ കോപ്പറേറ്റ് എന്നുള്ള പേരോ അല്ല, കുപ്രൈറ്റ് എന്നുള്ള പേരാണ് വരിക. മനസ്സിലായോ? അതൊന്ന് എഴുതിയിട്ടോ എല്ലാവരും. CO ആണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? കുപ്രൈറ്റ്. കുപ്രൈറ്റ് ആയിരിക്കും വരിക. മനസ്സിലായോ? അതുപോലെ തന്നെ സിൽവർ ആണ് വരുന്നതെങ്കിൽ എന്തെന്ന് വരും മക്കളെ? സിൽവർ ആണ് വരുന്നതെങ്കിൽ എന്തെന്ന് വരും? സിൽവറൈറ്റ് എന്ന് വരുമോ? വരില്ല. അർജന്റേറ്റ് എന്ന് വരും. അർജന്റേറ്റ്. ഓക്കെ. ഇനി ഗോൾഡ് ആണെങ്കിൽ വരുന്നെങ്കിലോ? ഗോൾഡേറ്റ് എന്നല്ല വരിക, ഓറൈറ്റ്. ഓറൈറ്റ്. ഈ പേര് എഴുതിട്ടോ. CO ആണെങ്കിൽ കുപ്രൈറ്റ്, AG ആണെങ്കിൽ അർജന്റേറ്റ്, അത് സിൽവർ ആണെങ്കിൽ അർജന്റേറ്റ്, AU ഗോൾഡ് ആണെങ്കിൽ എന്ത് വരും? ഓറൈറ്റ് എന്നുള്ള പേരായിരിക്കും വരിക. മനസ്സിലായോ? ഓക്കെ. സിങ്ക് ആണെങ്കിൽ സിങ്കേറ്റ്. ഓക്കെ. അപ്പം കൊബാൾട്ടേറ്റ്. അടുത്ത നിയമം എന്താണെന്ന് അറിയോ മക്കളെ? അടുത്ത നിയമമാണ് റോമൻ ലെറ്ററിൽ എഴുതണം അല്ലെ? അതായത് ഓക്സിഡേഷൻ നമ്പർ ഇൻ റോമൻ ലെറ്റർ. റോമൻ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഓക്സിഡേഷൻ നമ്പർ കൊബാൾട്ടേറ്റ്. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരുന്നു? +2 ആയിരുന്നു. നമ്മൾ അതങ്ങനെ എഴുതി. ഇതാണ് ഇവിടെ കൊടുക്കേണ്ട നിയമം. ക്ലിയർ ആണെന്ന് കൈവശം. ക്ലിയർ ആണ് എല്ലാവർക്കും? ഡൗട്ട്സ് വല്ലതും ഉണ്ടോ? പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും. കാറ്റയോണിക്കിന്റെയും ചോദിക്കും, ആനിയോണിക്കിന്റെയും ചോദിക്കും. മനസ്സിലായോ? രണ്ടിന്റെയും എന്തായാലും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പൊ പേര് കൊടുക്കേണ്ടത് ഇതാ ഇങ്ങനെയാണ്. പേര് കൊടുക്കുന്നതിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഇത് ഓഫ്ലൈനിൽ കിട്ടില്ല കേട്ടോ. ഓൺലൈനിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഓഫ്ലൈനിൽ കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് പോവുക പെട്ടെന്ന് തന്നെ. ഇവയ്ക്ക് ഡൗട്ടാണോ സാറേ? ഡൗട്ടാണോ? ഇല്ല. ഡൗട്ട്സ് ഇല്ല. ആർക്കും ഡൗട്ട്സ് ഇല്ലല്ലോ? ഉറപ്പല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അതിനുശേഷം തിരിച്ചു വരാം കേട്ടോ. തിരിച്ചു വരിക. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. പെട്ടെന്ന് ആയിക്കോട്ടെ. വീഡിയോ ഓഫ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പെർമിറ്റ് ചെയ്യില്ല. പെട്ടെന്നാവട്ടെ. എൻ്റെ വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ സാർ, ഒരാളെ വിളിക്കാം. ആരാണ് വരുന്നത്? അഫ്ഷനെ വിളിക്കാം അല്ലേ? ഗുഡ് മോർണിംഗ്.
എന്തൊക്കെയാണ് വിശേഷം? സുഖം. ഇന്ന് ക്ലാസ് പോകുന്നില്ലേ? ബസ് സ്ട്രൈക്ക് ആയിട്ട് അവധിയൊന്നുമില്ല. എന്ത് കഷ്ടപ്പാടല്ലേ. നിർബന്ധമായിട്ട് വരണം. സാധാരണ ഇപ്പൊ ചെന്നില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇന്നെന്തായാലും നിർബന്ധമായിട്ട് ചെല്ലണം എന്നാ പറഞ്ഞാണ് അല്ലേ? ചെന്നില്ലെങ്കിൽ നോട്ട് ചെയ്യും. ഓക്കെ, അക്ഷയുടെ വീട് എവിടെയാ? കൊരട്ടി. ഓക്കെ, അപ്പൊ കൊരട്ടിയിലാണോ സെൻട്രലിലാണോ പഠിക്കുന്നേ? ഓക്കെ, അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടോ മുൻപ്? ഓൺലൈൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ഒരു പരിചയമുള്ളൂ. ഓക്കെ ഓക്കെ, വെറുതെ വിളിച്ചെന്നുള്ളൂ. ക്ലിയർ ആണോ ക്ലാസ്സുകളെല്ലാം? ഓക്കേടാ. ഓക്കെ, ശരി, കാണാം. ജെറിൻ, സണ്ണി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നീ ആ സാറിനുള്ള വെളിയിൽ എന്നെ ഒരുമാതിരി ആക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, എന്താണ് ജെറിനെ, എന്ന് ക്ലാസ് പോകുന്നില്ലേ? ഉണ്ട്, പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും പോകേണ്ടതായിട്ട് നിർബന്ധമുണ്ടോ സ്കൂളിൽ നിന്ന്? അതല്ലെങ്കിൽ ജെറിന്റെ സ്വന്തമായി നിർബന്ധവശാക്കി പോണെയാണോ? അല്ല, നിർബന്ധമുണ്ട്. കാണേണ്ടവരൊക്കെ കാണാനുണ്ട് അല്ലേ? അതുകൊണ്ട് എന്നാലും പോണം എനിക്ക്. സ്കൂൾ അവധിയാണെങ്കിൽ ഞാൻ പോകും. അങ്ങോട്ട് എത്തില്ല. അമ്മ ഇവിടെ എത്തില്ല എന്നാണ് ഞാൻ അവിടുത്തെ. അങ്ങോട്ട് എത്തില്ല, സ്കൂളിലേക്ക് എത്തില്ല, എന്നാലും ഞാൻ പോകും. ഓക്കെ, അമ്മ ഇവിടെ എത്തില്ല, അതുകൊണ്ട് എന്തായാലും പോണെയാണ് അല്ലേ? ഓക്കെ ജെറിനെ അപ്പൊ കാണാട്ടെ, ഞാൻ വെറുതെ വിളിച്ചതേ. ഓക്കെ, എസ് മക്കളെ, നിങ്ങൾക്ക് പഠിപ്പിച്ച് ക്ലിയർ ആയെന്ന് കൈവീശിക്കട്ടെ എല്ലാവർക്കും. ഇത്രയും കാലം ക്ലിയർ അല്ലേ എല്ലാവർക്കും? സെറ്റ് അല്ലേ? മെഹറിനൊക്കെ ക്ലിയർ അല്ലേ? പിന്നല്ല, എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം കളി അല്ലേ? സാറ് കൊടുത്തോ, അവർക്ക് എന്തായാലും ക്ലിയർ ആണ്. ഇനി നമ്മളായിട്ട് അല്ലേ, നമ്മൾ ഇന്ന് പഠിച്ചിട്ടേ ഉള്ളൂ. നോമൻക്ലേച്ചർ പേര് കൊടുത്തോ, എല്ലാവരും കൊടുത്തോ. പെട്ടെന്ന് ആയിക്കോട്ടെ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവർക്ക് വീഡിയോ പെട്ടെന്ന് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് പേര് കൊടുത്ത് പേര് പറയാട്ടോ മക്കളെ. വീഡിയോ ഓഫ് ചെയ്തോണ്ട് ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ല, പെട്ടെന്ന് വീഡിയോ ഓൺ ചെയ്തോ. ഇസ്മായിലെ പേര് കൊടുത്തേ, പെട്ടെന്നാവട്ടെ. കൊബാൾട്ട് NH3 6 times, ക്ലോറിൻ 3 times. ഓക്കെ, പെട്ടെന്ന് പേര് കൊടുക്കുക, പെട്ടെന്നാവട്ടെ. സിമ്പിളാണ്, ഇതൊക്കെ സിമ്പിളാണ്. അത് ഞാൻ കൊടുത്തു. ഓക്കെ, അതാരാണ് സാർ കൊടുത്തത്? ഓക്കെ ഓക്കെ, ഞാൻ അവിടുത്തെ പേര് കൊടുത്തു എന്നാരും മെസ്സേജ് ആണ്. പെട്ടെന്നാവട്ടെ. ആരും വെറുതെ ഇരിക്കേണ്ട. സാറുമാരെ വെറുതെ ഇരിക്കുന്നവരും പിൻ ചെയ്ത് തന്നോട്ടെ സാറേ. ആരെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ, വാച്ചിങ്ങിൽ ഇരിക്കുന്ന സാറുമാര് കാണുവാണെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് തന്നേക്ക്. ആരും വെറുതെ ഇരിക്കണ്ട. കുറച്ച് പേര് വീഡിയോ ഓഫ് ഉണ്ടിട്ട് ഇപ്പോഴും. സൗരവ്, ഫൈദ്, ഗൗതം, ശിവനന്ദ, സിയ, പവൻ കൃഷ്ണ, ശിവനന്ദ, ആഞ്ചലോ, പെട്ടെന്നാവട്ടെ. വീഡിയോ ഓഫ് ചെയ്തിരിക്കേണ്ട, വീഡിയോ ഓൺ ചെയ്യാട്ടെ, പെട്ടെന്നാവട്ടെ മക്കളെ. പേര് നിങ്ങൾ സ്വന്തമായിട്ട് കൊടുക്കണം. ആരും ചാറ്റ് GPയോടൊന്നും ചോദിക്കാൻ നിൽക്കരുത്, ഇപ്പോഴേ ഞാൻ പറയാം. ഓക്കെ, അറിയില്ലെങ്കിൽ സാറേ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. ആദ്യം ചെയ്യേണ്ട പരിപാടിയാണ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക. അതെല്ലാവരും ഒന്ന് കണ്ടുപിടിച്ച്. ഒന്നും അറിയില്ലാത്ത ഒരു ഓക്സിഡേഷൻ നമ്പർ എങ്കിലും കണ്ടുപിടിക്കുക പെട്ടെന്നായിട്ട്. ആരാധന കണ്ടുപിടിച്ച മോളെ? ആരാധന, ആ ആരാധന എന്നോടല്ലല്ലോ അല്ലേ? ആരാധന പറ, കണ്ടുപിടിച്ചാ? ആ പറഞ്ഞോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കേടാ, കാണാം. അടുത്ത ഇട്ട് തരാം കേട്ടോ, അതും കണ്ടുപിടിച്ചോ. സാർ അടുത്തും കൊടുത്തോ. അത് കണ്ടുപിടിച്ചവര് ഇത് കണ്ടുപിടിച്ചോ കേട്ടോ മക്കളെ. ഇതിന്റെ പേര് കൊടുക്കേണ്ടത് അറിയില്ലാത്തവരും കൂടെ ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവര് അടുത്തത് കണ്ടുപിടിച്ചോളുക. ഓക്കെ, കൊബാൾട്ട് ആണ് ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം. അതിന്റെ എന്ത് ചെയ്യണം? അതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കൊബാൾട്ടിന്റെ നമുക്കറിയില്ല, NH3 ന്യൂട്രൽ ആണല്ലോ. NH3 ഇവിടെ ന്യൂട്രൽ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ 0 ആണ്
അല്ലെ. NH3 ന്യൂട്രൽ ആയതുകൊണ്ട് 0 ആണ്. ഓക്കെ, ക്ലോറിൻ 3 എണ്ണം ഉണ്ട്. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. 3 എണ്ണം ഉള്ളതുകൊണ്ട് -3 ആകും അല്ലെ. 3 × -1 എന്തോരും -3 ആണ്. ഇതിന്റെ -3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താകും മക്കളെ? +3. ശരിയാണല്ലോ. കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ നമ്പർ അങ്ങനെ വരുവാണെങ്കിൽ +3 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തു നമ്മൾ. ഇനി ചെയ്യേണ്ട പരിപാടി, ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ പേര് കൊടുക്കുവാണ്. ആദ്യം ആർക്ക് കൊടുക്കണം? ഇതൊരു കാറ്റയോണിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആർക്ക് കൊടുക്കണം? ലിഗാൻഡിന്റെ പേര് കൊടുക്കണം അല്ലെ. ലിഗാൻഡ് ഒരെണ്ണേ ഉള്ളൂ, അത് NH3 ആണ്. അവിടെ 6 NH3 ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ പേര് എന്തെന്ന് പറഞ്ഞു കൊടുക്കാം? ഹെക്സ അല്ലെ. ഹെക്സ അല്ലെ. അമീൻ അല്ലെ. ഹെക്സ അമീൻ ആണ്. ഹെക്സ അമീൻ. ഇനി ആർക്ക് പേര് കൊടുക്കണം? കൊബാൾട്ട് അല്ലെ. സെൻട്രൽ മെറ്റൽ ആറ്റത്തിനാണ് പേര് കൊടുക്കേണ്ടത്. സോ കൊബാൾട്ട്. ഓക്കെ, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ റോമൻ ലെറ്ററിൽ കൊടുക്കണം 3. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? നമ്മുടെ നോൺ കോംപ്ലക്സ് പാർട്ട് അല്ലെങ്കിൽ കൗണ്ടർ അയോൺ ആയ ക്ലോറിന് പേര് കൊടുക്കണം. എന്തെന്ന് പേര് കൊടുക്കുക? ക്ലോറൈഡ്. ക്ലോറിന്റെ എണ്ണം കാണിക്കണ്ട, അവിടെ ട്രൈ ക്ലോറൈഡ് എന്നോ ഒന്നും പറയണ്ട, ജസ്റ്റ് ക്ലോറൈഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആണോ? ഇത് കിട്ടിയവരൊന്ന് കൈവീശിക്കും മക്കളെ. ഇത് കിട്ടിയവരൊന്ന് കൈവീശുക കേട്ടോ. സെറ്റ് ആണ് എല്ലാവർക്കും? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ പേര് കൊടുക്കുക. കൊടുത്തവരോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. രണ്ടാമത്തെ പേര് കൊടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യുക. മക്കളെ കുറച്ച് നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രണവ് സാറും ഞാനും നിങ്ങൾക്ക് ഓഫ്ലൈനിലുള്ള സ്റ്റുഡൻസിന് ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എന്താ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇങ്ങനെ റെസ്പോണ്ട് ഇല്ലാതിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് ഞങ്ങൾക്ക് തോന്നും. ഓക്കെ, അതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുക പരമാവധി. ആദ്യത്തെ നമ്മുടെ കൊടുങ്ങലുകാരനാണ്. ആദ്യത്തെ എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ സുഖം. എന്തായാലും ആദിത്യ പറ, പേരെന്താ? ഇതിന്റെ മോന് കിട്ടിയത് എന്താ? പറഞ്ഞോ, ഒരിക്കൽ കൂടി പറയാമോടാ? കൊബാൾട്ട് ക്ലോറൈഡ്. ഓക്കെ ഓക്കെ, സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. മക്കളെ അറിയില്ലാതെ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ NH3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ന്യൂട്രൽ ആണ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് 0 ആയിരിക്കും അല്ലെ. NH3യുടെ 0 തന്നെയായിരിക്കും. സൾഫേറ്റ് അല്ലെ, സൾഫേറ്റ് ആണ്, സൾഫേറ്റ് അയോൺ ആണ്. സൾഫേറ്റ് അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ പറയുന്നത് എത്രയായിരുന്നു? -2 ആണ് അല്ലെ. ഇവിടെ ഈ 4 കണ്ടിട്ട് മക്കളെ 4 × -2 എന്ന് ആരും എഴുതി വെച്ചേക്കരുത് കേട്ടോ. ഓക്കെ, SO4 എന്ന് പറയുന്നത് ഒരൊറ്റ ഒരു അയോൺ ആണ്. ഓക്കെ, അത് ഒരിക്കലും 4 × എന്ന് പറയരുത്. ആ SO4 ഒരു ബ്രാക്കറ്റിൽ വന്നിട്ട് അതിന്റെ താഴെ ഇതുപോലൊരു നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിന് നമ്മൾ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ഇതൊരൊറ്റ അയോൺ മാത്രമാണ്. SO4 എന്ന് പറയുന്ന ഒരു അയോൺ ആണ്. സൾഫേറ്റ് അയോൺ ആണ്. അതിന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. സോ 1 × -2. ഓക്കെ, സൾഫേറ്റ് അയോണിന്റെ വരുമ്പോൾ 1 × -2 എന്താണ്? -2 തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇനി ക്ലോറിൻ ഒരെണ്ണേ ഉള്ളൂ അല്ലെ. ക്ലോറിൻ അവിടെ ഒരെണ്ണേ ഉള്ളൂ. സോ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര തന്നെയായിരിക്കും മക്കളെ? -1 ആയിരിക്കും. ഓക്കെ, -1. ഓക്കെ, -2 -1 കൂടി ആഡ് ചെയ്യുമ്പോൾ -3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊബാൾട്ടിന്റെയും ഓക്സിഡേഷൻ നമ്പർ എത്ര തന്നെയായിരിക്കും മക്കളെ? -3 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? +3 വരും. ക്ലിയർ ആണോ? +3 തന്നെയാണോ എല്ലാവർക്കും ഓക്സിഡേഷൻ നമ്പർ കിട്ടിയെങ്കിൽ ഒന്ന് കൈവശം. ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇനി ഇതിന്റെ പേര് കൊടുക്കുവാണ്. പേരെങ്ങനെ കൊടുക്കേണ്ടത് മക്കളെ? ആദ്യം നമ്മൾ ലിഗാൻസിന്റെ പേര് കൊടുക്കണം. അവിടെ 2 ലിഗാൻസ് ഉള്ളത്. NH3 ഉണ്ട്, സൾഫേറ്റും ഉണ്ട് അല്ലെ. 2 പേരാണുള്ളത്. ഇതില് ആൽഫബറ്റിക് ഓർഡറിൽ പേര് കൊടുക്കണം. അപ്പൊ അമീൻ ആയിരിക്കും തുടങ്ങേണ്ടത് അല്ലെ. എസും എയും വെച്ച് നോക്കുമ്പോൾ ആദ്യം എയിലാണ് തുടങ്ങേണ്ടത്. സോ 5 അമീൻസ് ഉണ്ട് അല്ലെ. 5 അമീൻസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന് എങ്ങനെ വരും മക്കളെ? പെന്റ അല്ലെ. പെന്റ അമീൻ. പെന്റ അമീൻ. പെന്റ അമീൻ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സൾഫർ ആണ്. സൾഫേറ്റോ. ഓക്കെ, സൾഫേറ്റോ. സൾഫേറ്റോയുടെ സ്പെല്ലിംഗ് ഇതാണ് കേട്ടോ മക്കളെ. SULFATO, സൾഫേറ്റോ. ഓക്കെ, അപ്പം പെന്റ അമീൻ സൾഫേറ്റോ. ഓക്കെ, അടുത്തത് എന്താണ്? കൊബാൾട്ട് അല്ലെ. കൊബാൾട്ട് ആണ്. സോ കൊബാൾട്ട്, അതിന്റെ ഓക്സിഡേഷൻ നമ്പർ
3 റോമൻ ലെറ്ററിൽ 3 കൊടുക്കുക. ഓക്കെ, അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ എഴുതുവാണ്. നിങ്ങൾ എഴുതുമ്പോൾ പരമാവധി നേരെ തന്നെ എഴുതി പൊക്കോളണം. ഓക്കെ, എന്ത് വരും ഇനി? ക്ലോറിൻ അല്ലെ. അപ്പൊ എന്ത് വരും? ക്ലോറൈഡ് എന്ന് പറഞ്ഞ കിട്ടിയെങ്കിൽ ഒന്ന് കൈവീശാം. ഇത് തന്നെയാണോ എല്ലാവർക്കും കിട്ടിയത്? സെറ്റാണോ? ജെറിനെ കിട്ടിയാ? പെൻറ്റാമിൻ സൾഫേറ്റോ കോബാൾട്ട് 3 ക്ലോറൈഡ് ആണ്. സെറ്റല്ലേ എല്ലാവർക്കും? ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ പേര് നിങ്ങൾ കൊടുക്കുക. സാർ അടുത്തത്. ഇതാണ് അടുത്ത പേര്. ഓക്കെ, ഞാൻ ഇപ്പോ ആദ്യത്തെ ഓക്സിജൻ നമ്പർ ആയിട്ടായി കിടക്കുന്നത്. അതുപോലെ പകർത്തി എഴുതി വെച്ചേക്കരുത്. ഓക്കെ, പേര് കൊടുക്കുക. ക്രോമിൻ ക്രോമിയം NH3 4 times, H2O 2 times, ക്ലോറിൻ 3 times. പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക. പെട്ടെന്നാവട്ടെ. കണ്ടുപിടിച്ചവര് ഹാൻഡ് റൈസ് ചെയ്യുക. പെട്ടെന്നാവട്ടെ കേട്ടോ. അതിൽ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കളെ. സാർ റിസ്വാനോട് ചോദിക്കാം. ലാസ്റ്റ് വൺ, ഫസ്റ്റ് ID, ഫസ്റ്റ് ഇതില് ലാസ്റ്റ് വൺ. റിസ്വാന, ഗുഡ് മോർണിംഗ്. യെസ്, റിസ്വാന പറഞ്ഞോ, എത്ര കിട്ടിയ ഓക്സിഡേഷൻ നമ്പർ? +3 ആണ് കിട്ടിയത്. ഓക്കെ, ശരിയടാ, കാണാട്ടാ. +3 കിട്ടിയവരൊന്ന് കൈവീശിക്കുക മക്കളെ. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 കിട്ടിയവരാ? ഓക്കെ, വെരി ഗുഡ്. പെട്ടെന്ന് ബാക്കിയുള്ള പേര് കണ്ടുപിടിക്കുക. പെട്ടെന്ന് കണ്ടുപിടിച്ച ഒരാള് ഹാൻഡ് റൈസ് ചെയ്യുക. നോക്കാം. ഫൈദ് അല്ലെ? ഫൈദിനെ പിടിച്ചോ. യെസ്, ഫൈദേ ഗുഡ് മോർണിംഗ്. 2 കിട്ടിയുള്ളൂ ഇത്ര നേരമായിട്ട്. പെട്ടെന്ന് ആയിക്കോട്ടെ. ആ, ഇപ്പൊ കിട്ടും. കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും കേട്ടാ. പെട്ടെന്നാവട്ടെ. ഫൈദേ, നിന്റെ ഫാൻ മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ, മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല. വീഡിയോ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേ. നീ അല്ലെങ്കിൽ തന്നെ ഒരു കള്ളനാ, ചെറിയ കള്ളനാ. ഓക്കെ, കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാട്ടോ മക്കളെ. കിട്ടിയവര് ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, സാറേ ഒരാളെ വിളിച്ചു. ആരാധന. ആ സാറേ പറഞ്ഞു. പക്ഷേ ആരാധന പറഞ്ഞു. ബ്യൂട്ട ബ്യൂട്ട എന്നാണോ കൊടുക്കണ്ടേ അല്ലെങ്കിൽ ടെട്ര എന്നാണോ കൊടുക്കണ്ടേ? ആ, ബ്യൂട്ട എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഓർഗാനിക്കിലേക്ക് കയറി പിടിച്ചു അല്ലേ. ഹെക്സാക്രോമിയം. സൗണ്ട് പോയി. ഹെക്സാക്വിയ. അതെങ്ങനെ ഹെക്സാക്വ നമ്മുടെ? അത് ട്രൈഅക്വിയ. അതെങ്ങനെയാ ട്രൈഅക്വ നമ്മുടെ? H2O ട്വൈസ് അല്ലേ? ആ, ഇതൊരുമാതിരി ലേലം വിളി പോലെയാണ് കേട്ടാ. ഓക്കെ, ആ ശ്രദ്ധിക്കരുത്. UPSCനെയും കൊടുക്കുമ്പോ വേറെ വഴിക്ക് പോരുത് കേട്ടാ. അവിടെ അതിന്റെ ഒപ്പം വേറെ എന്തൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അല്ല ആരാധന? അതാണ് ഇടയ്ക്ക് ഞാൻ വിളിച്ചപ്പം മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞേ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. ഓക്കെ മക്കളെ, ഇതിന്റെ പേര് നമുക്ക് കൊടുക്കാം. ഓക്കെ, ആദ്യം ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം. ഇനി അറിയില്ലാത്തവർക്ക് ശ്രദ്ധിക്കുക. ഭയങ്കര ഇൻട്രോവേർട്ട് ആയവരൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ ക്ലാസ്സിൽ അല്ലേ. ചോദിക്കാൻ ഭയങ്കര മടിയുള്ളവരൊക്കെ ഉണ്ടാക്കും.
ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് അറിയില്ലാത്തവർ ശ്രദ്ധിക്കുക, അല്ലാത്തവർക്ക് രണ്ടാമത് ഇട്ട് തരാം, അത് കണ്ടുപിടിക്കുക കേട്ടോ സാറേ. അടുത്ത് കൊടുത്തോ. ഓക്കെ, ഇത് കണ്ടുപിടിച്ചവർ ഞാൻ പറഞ്ഞു തരുന്ന ആവശ്യമില്ല എന്നുള്ളവർ എന്ത് ചെയ്യുക, അടുത്തത് ഇത് കണ്ടുപിടിക്കുക, ബാക്കിയുള്ളവർ ഇതിലേക്ക് ശ്രദ്ധിക്കുക. ഓക്കെ മക്കളെ, ഇതിന്റെ പേര് കൊടുക്കേണ്ടത് വളരെ സിമ്പിളാണ്. എന്താണ്? ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. NH3 എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ ആണ് അല്ലെ. ന്യൂട്രൽ ആയതുകൊണ്ട് തന്നെ അതിന്റെ 0 ആയിരിക്കും. H2Oയും എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. ക്ലോറിൻ ഇവിടെ 3 എണ്ണം ഉണ്ട് അല്ലെ. 3 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ എന്തായിരിക്കും? -3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്രോമിയത്തിന്റെ എത്രയായിരിക്കും വരിക? +3 ആയിരിക്കും വരിക. ഇതല്ലായിരുന്നു കിട്ടിയത്. ഇത് കിട്ടിയവരൊന്ന് കൈവീശിക്കണം അല്ല, കിട്ടിയതോ? ഓക്കെ. അതിനുശേഷം സാറേ എനിക്കും തെറ്റുപറ്റും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, സാറാന്ന് വെച്ചാൽ എല്ലാം തികഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കും തെറ്റുപറ്റും, അതുകൊണ്ടാണ് ഇത് തന്നെയാണ് കിട്ടിയതെന്ന് ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? പേര് കൊടുക്കുക. പേര് കൊടുക്കുമ്പോൾ ആദ്യം ലിഗാൻസിന് പേര് കൊടുക്കുക. അമീനും ഉണ്ട്, അക്വയുണ്ട്. അപ്പൊ ആദ്യം ആർക്ക് പേര് കൊടുക്കണം? അമീൻസിനാണ് പേര് കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ അവിടെ എത്ര അമീൻ ഉണ്ട്? 4 അമീൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ പേര് കൊടുക്കുമ്പോൾ ടെട്രാ അമീൻ. ടെട്രാ അമീൻ. ഓക്കെ, ടെട്രാ അമീൻ എന്ന് പേര് കൊടുത്തു. അതിനുശേഷം അക്വ അല്ലെ. അക്വയ്ക്ക് പേര് കൊടുക്കുക ഡൈ അക്വ. ടെട്രാ അമീൻ ഡൈ അക്വ. അതിനുശേഷം ക്രോമിയം. ഓക്കെ, ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് +3 ആണ് കിട്ടിയത്. സോ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ക്ലോറൈഡ്. ഇത്രയും കിട്ടിയവരൊന്ന് കൈവശിക്കേ. സെറ്റ് അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ ടെട്രാ അമീൻ ഡൈ അക്വ ക്രോമിയം 3 ക്ലോറൈഡ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഇനി അടുത്തതിന്റെ പേര് നിങ്ങൾ പെട്ടെന്ന് കൊടുക്കുക. ഇവിടെ ആരുടെയാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട? ആരുടെയാ മക്കളെ? സാറേ അബീനെ വിളിച്ചോ. അബി രണ്ടാമത്തെ മൂന്നാമത്തെ ആള് അബി ഇതിൽ ആരുടെയാണ് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സെന്റലാറ്റ് ഏതാണെന്ന് ചോദിച്ചേ. ഏത്? ഇത് ആനോടും ക്യാതോടും അല്ല. ഇതിനകത്ത് എന്തില്ല, നോൺ കോംപ്ലക്സ് പാർട്ട് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ സെൻട്രൽ മെറ്റാറ്റ് ഏതാന്ന് പറ. അതല്ല ഇത്ര നേരം ചോദിച്ചേ. നീ സെൻട്രൽ മെറ്റലാറ്റം ഒഴികെ ബാക്കി എല്ലാം പറഞ്ഞിട്ടുണ്ട്. എടാ പ്ലാറ്റിനം, PT. പ്ലാറ്റിനം ആണ് കേട്ടാ. പെട്ടെന്നാവട്ടെ. ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാവരും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാട്ടോ മക്കളെ. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തവരോ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഹാൻഡ് റൈസർ ഉണ്ടോ സാറേ? ആരാധന തന്നെയാണ് വന്നേണ. ആരാധനയുടെ ദിവസം തോന്നുന്നു അല്ലേ. +2 ആണ് കിട്ടിയതാണോ? ഓക്കെ ശരി, പെട്ടെന്ന് ബാക്കി കണ്ടുപിടിച്ചോ കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറയാം എത്രയാണ്. മക്കളെ +2 കിട്ടിയവരൊന്ന് കൈവശിക്കേ. +2 കിട്ടിയവരുണ്ടെങ്കിൽ ഓക്കെ. പെട്ടെന്നാവട്ടെ, ബാക്കി പേര് കണ്ടുപിടിക്കാം കേട്ടോ. അതിന്റെ നോൺ കോംപ്ലക്സ് പാർട്ട് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. കണ്ടുപിടിച്ചവരെ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആരും കണ്ടുപിടിച്ചില്ല. ആകെ ഒരാൾ മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ള. ആരാധന ഏത് സെന്റർ ആണ് മോളെ? ചാലക്കുടി. ഓക്കെ. ഗൗരി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഡൈ അമീൻ ക്ലോറോ നൈട്രിയോ പ്ലാറ്റിനം. കണ്ടുപിടിച്ചവർ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ.
ആരാണ്? അഫ്ഷ. അഫ്ഷ പോയ? ആ കണ്ടുപിടിച്ചോ? ആ പറഞ്ഞോ. ട്വൈസ്. നോക്കാം. അടുത്ത ആളാ ആരാ കണ്ടുപിടിച്ചിരിക്കുന്നത്? ആരും ഇല്ല. വേറെ ആർക്കും കിട്ടിയില്ല ഇതുവരെയും? ഓക്കെ. ആ ആദിത്ത് പറഞ്ഞോ. ആ നൈട്രേറ്റോ ക്ലോറിഡോ പ്ലാറ്റിനം ട്വൈസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. NH3യുടെ 0 തന്നെയാണ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ക്ലോറിൻ്റെ എന്താണ് -1 വരും. ഒരു ക്ലോറിനുള്ളൂ, അതുകൊണ്ട് തന്നെ -1. അടുത്തത് നൈട്രൈറ്റോ അല്ലെ, NO2ന്റെ എത്രയായിരിക്കും വരിക മക്കളെ? NO2 എത്രയാണോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ അന്ന് കണ്ടുപിടിച്ചത്? ഇതൊന്ന് എടുത്ത് നോക്കിക്കേ. മറ്റേ എന്തായിരുന്നു നമ്മുടെ ടേബിൾ എടുത്ത് നോക്കിക്കേ. ഓക്സിഡേഷൻ നമ്പർ NO2ന്റെ ഓക്സിഡേഷൻ നമ്പർ സാർ ഒരാളെ വിളിച്ചു. ആരാണ് വരുന്നത്? നേഹ. NO2ന്റെ എത്രയാണ് ഓക്സിഡേഷൻ നമ്പർ കിട്ടിയത്? അൺമ്യൂട്ട് ആവുന്നില്ലേ? ഒറ്റ പ്രാവശ്യം നിൽക്ക്. ആവുന്നില്ല. വേറൊരാൾ വിളിച്ചു സാറേ. എന്നാ പ്രണവ് പറഞ്ഞോ. NO2ന് എത്രയാ മോനോ വരുന്നത് ഓക്സിഡേഷൻ നമ്പർ? ആഹാ, ഞാൻ മ്യൂട്ട് ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിട്ടായിരിക്കുന്നു. ഓക്കെ, വേറെ അടുത്ത ആരാണ്? ആർദ്ര പറഞ്ഞ മോളെ. ആർദ്ര ജ്യോതിഷ്. NO2ന്റെ എത്രയാണ്? -2. NO2 ആണോ? -2 ആണോ മക്കളെ? -2 ആണോ NO2ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്? -2 ആണോ എന്നുള്ളവരൊന്ന് കൈവീശിക്കേ. ആണോ? ഇല്ല. സാർ ഒരാൾ വിളിച്ച് വേറെ ആർക്കാ അറിയാവുന്നവർ പറ. അഭി എന്താണ് +4 NO2നാ? എടാ ഇത് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കൈവീശിക്കേ. NO2ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയാൻ പറ്റുന്നവരെ ആരാണ് സാർ? ആരാധന മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിലെ. ആരാധന -1 മക്കളെ. അതിൽ ഞാൻ നിങ്ങളോട് ചാർജ് നോക്കാൻ പറഞ്ഞായിരുന്നു. ആ ചാർജിൽ പറഞ്ഞിട്ടില്ല -1 ആണ്. ഓക്കെ, അപ്പൊ -1 കൂടി കൂട്ടി കഴിയുമ്പോൾ -2 ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലാറ്റിനത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എത്ര കിട്ടും നമുക്ക് മക്കളെ? +2 അല്ലെ? +2 ആണ് കിട്ടുന്നത്. മനസ്സിലായോ? അതാണ് ആ ടേബിൾ എടുത്ത് നോക്കാൻ പറഞ്ഞ. ആ ടേബിളിലുള്ള ചാർജ് നോക്കിയിട്ട് അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് പറയുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യണം? പേര് കൊടുക്കുവാണ്. അമീൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, NO2 ഉണ്ട്. നൈട്രൈറ്റോ അല്ലെ? നൈട്രൈറ്റോയാണ് കേട്ടോ. നൈട്രോ എന്നുള്ളതിനേക്കാൾ നല്ലത് നൈട്രൈറ്റോ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, അപ്പൊ ഇതിലെ ഏതായിരിക്കും ആദ്യം വരേണ്ടത്? CNA അല്ലെ? അപ്പൊ അമീനെയാണ് പറയേണ്ടത്. അപ്പൊ ഡൈ അല്ലെ? ഡൈ അമീൻ. ഡൈ അമീൻ ആണല്ലോ. ഡൈ അമീൻ. ഇനി ക്ലോറിൻ ആണ് പറയേണ്ടത് അല്ലെ? ക്ലോറിൻ കഴിഞ്ഞിട്ടാണ് N വരുന്നത് അല്ലെ? C കഴിഞ്ഞിട്ടാണ് N വരുന്നത്. സോ ക്ലോറിൻ ഒരാളുള്ളൂ, അതുകൊണ്ട് ക്ലോറിഡോ. ഡൈ അമീൻ ക്ലോറിഡോ. അടുത്തത് NO2 അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നൈട്രൈറ്റോ. ഓക്കെ, നൈട്രൈറ്റോ. ഇനി എന്താണ് വരുന്നത്? പ്ലാറ്റിനം. ശരിയാണല്ലോ അല്ലെ? അപ്പൊ പ്ലാറ്റിനം എഴുതുക. പ്ലാറ്റിനം അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 2 ആണ്. ഇത്രേ ഉള്ളൂ. ഡൈ അമീൻ ക്ലോറിഡോ നൈട്രൈറ്റോ പ്ലാറ്റിനം 2. കിട്ടിയവരൊന്ന് കൈവീശുക. ഇത് കിട്ടിയവരൊന്ന് കൈവീശിക്കേ. റിസ്വാനക്ക് കിട്ടിയില്ല? കിട്ടിയാ? ഓക്കെ, ക്ലിയർ ആണ് എല്ലാവർക്കും? നോൺ കോംപ്ലക്സ് പാർട്ട് ഇല്ല. നോൺ കോംപ്ലക്സ് പാർട്ട് ഇല്ലാത്തതുകൊണ്ട് അത് എഴുതണ്ട. അത്രേ ഉള്ളൂ. സെറ്റ് ആണ് എല്ലാവർക്കും? ഒന്ന് കൈവീശിക്കുക മക്കളെ. ക്ലിയർ ആണെങ്കിൽ കൈവീശുക. ഓക്കെ, അങ്ങനെയാണ് സാർ അടുത്തത് കൊടുക്കുക. 2 ഹോംവർക്ക് ആയിട്ട് തരാം.
രണ്ടെണ്ണം ഹോംവർക്ക് സ്വന്തമായിട്ട് ചെയ്യുക കേട്ടോ. ഇത് രണ്ടും ഹോംവർക്ക് ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യുക. പെട്ടെന്ന് ആയിക്കോട്ടെ സാർ, എന്നെ മാറ്റി. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക. ഈ രണ്ടെണ്ണം എഴുതിയിട്ട് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരും എഴുതിയെടുത്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത നമുക്ക് ആനിയോണിക് കോർഡിനേഷൻ സ്ഫിയർ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതാണ്, അതായത് കൗണ്ടർ അയോൺ കാറ്റയോണും എന്താണ് കോർഡിനേഷൻ സ്ഫിയർ ആനിയോണുമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അതിന്റെ നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. K2NiCN 4 times. പെട്ടെന്ന് ആയിക്കോട്ടെ, സ്വന്തമായിട്ടൊന്ന് ചെയ്യുക കേട്ടോ. ഇതിന്റെ നിയമം വേറെയാണ്, പറഞ്ഞു തന്നായിരുന്നല്ലോ. ആദ്യം കൗണ്ടർ അയോണിന്റെ പേരാണ് കൊടുക്കേണ്ടത്. പെട്ടെന്ന് ആയിക്കോട്ടെ. രണ്ടെണ്ണം തരാം, രണ്ടെണ്ണം സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ. എന്നെ മാറ്റിക്കൊള്ളാനാണ്. പെട്ടെന്ന് ആയിക്കോട്ടെ മക്കളെ, പെട്ടെന്ന് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞവരെ ഹാൻഡ് റൈസ് ചെയ്യുക. മക്കളെ കിട്ടിയവരെ ഹാൻഡ് റൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക മക്കളെ. കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞുതരാം. ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ഇതിന്റെ സെൻട്രൽ മെറ്റൽ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം എത്രയാണ്? +1 ആണ്. അങ്ങനെയാണെങ്കിൽ 2 പൊട്ടാസ്യം ഉള്ളതുകൊണ്ട് തന്നെ +2 വന്നു അതിന്റെ ഓക്സിഡേഷൻ നമ്പർ. Ni-യുടെ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, നിക്കലിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. Cn എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലെ, -1 ആണ്. Cn എന്നല്ലേ, സയാനോ അല്ലെ, സൈനൈഡിന്റെ ഇതാണ്. സോ -1 ആണ്. 4 എണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അതെന്ത് വരും മക്കളെ? -4 വരും. ഓക്കെ, +2 -4 എന്ത് വരും? -2 വരും. അങ്ങനെയാണെങ്കിൽ നിക്കൽ എന്ത് വരും? +2 ആയിരിക്കും നിക്കലിന്റെ കിട്ടുക. ക്ലിയർ ആണെങ്കിൽ കൈവശം. ക്ലിയർ ആണോ? ഇത് കിട്ടിയോ എല്ലാവർക്കും? നിക്കലിന്റെ +2 എന്ന് കിട്ടിയവരൊന്ന് കൈവശിക്ക്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് പേര് കൊടുക്കുക. തുടങ്ങേണ്ടത് എന്താണ്? കൗണ്ടർ അയോണിൽ തുടങ്ങണം. അപ്പൊ എങ്ങനെ വരും? പൊട്ടാസ്യം. ഓക്കെ, പൊട്ടാസ്യം എന്ന് പേര് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുവാണ്? കോർഡിനേഷൻ സ്ഫിയറിലേക്ക് കയറുവാണ്. കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ ആദ്യം ലിഗാൻഡിന് പേര് കൊടുക്കുക. ലിഗാൻഡ് ഏതാണ് മക്കളെ? ഇവിടെ സയാനോ അല്ലെ, അല്ലെങ്കിൽ സയനേറ്റോ എന്ന് കൊടുത്താലും പ്രശ്നമില്ല. സയനേറ്റോ എന്ന് പറഞ്ഞാലും സയാനോ എന്ന് പറഞ്ഞാലും രണ്ടും പ്രശ്നമില്ല, തെറ്റില്ല. ഓക്കെ, ടെട്രാ സയാനോ. ഓക്കെ, 4 ഉള്ളത് കൊണ്ട് ടെട്രാ സയാനോ. സ്കൂളിൽ സയനേറ്റോ എന്നാണ് കൊടുക്കുന്നതെങ്കിൽ യുദ്ധം ഉണ്ടാക്കാനൊന്നും പോകണ്ട, രണ്ടും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. ഓക്കെ, അപ്പൊ സയാനോ എന്ന് പറഞ്ഞാൽ സയനേറ്റോ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതുപോലെ എഴുതിക്കൊള്ളുക. ടെട്രാ സയനേറ്റോ.
ഓക്കെ, ഇനി എന്താണ് നിക്കല് അല്ലെ? ഇനിയാണ് നിക്കല്. നിക്കലിന്റെ പേര് കൊടുക്കുമ്പോ എങ്ങനെ പേര് കൊടുക്കുക മക്കളെ? നിക്കലേറ്റ് അല്ലെ? ATയും കൂടെ കൂട്ടി എഴുതാൻ നിക്കലേറ്റ്. നിക്കലേറ്റ് അതിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. ക്ലിയർ ആണെന്ന് കൈവശം? ക്ലിയർ ആണ്? കിട്ടിയത് പൊട്ടാസ്യം ടെട്രാസയാനോ നിക്കലേറ്റ് 2. ഓക്കെ, അടുത്തതിന്റെ പേര് കൊടുക്കുന്നത് എങ്ങനെയായിരുന്നു? ഇതിന്റെ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ പൊട്ടാസ്യം എത്രയാണ്? +2 ആണ് വരിക അല്ലെ? സിങ്കിന്റെ നമുക്ക് അറിയില്ല, OH മൈനസ് ആണ് അല്ലെ? -1 ആണ്. OH മൈനസ് ആയതുകൊണ്ട് തന്നെ -1 ആണ്. 4 എന്നുള്ളത് കൊണ്ട് -4 ആയിരിക്കും. ശരിയാണല്ലോ? -4. -2 -4 കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? -2 ആണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ സിങ്കിന്റെയും ഓക്സിഡേഷൻ നമ്പർ ഇവിടെ എത്രയായിരിക്കും മക്കളെ? +2 ആയിരിക്കും. ആണെങ്കിൽ ഒന്ന് കൈവശം. +2 ആണ് കിട്ടിയവരെ ഒന്ന് കൈവശം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ബാക്കി നമ്മൾ എങ്ങനെ പേര് കൊടുക്കാം? പൊട്ടാസ്യം അല്ലെ? ഇവിടെയും പൊട്ടാസ്യത്തിലാണ് തുടങ്ങുന്നത്. സോ പൊട്ടാസ്യം. പൊട്ടാസ്യം അടുത്തത് എന്താണ്? OH മൈനസ്. അതിന് എന്തെന്നാണ് വിളിക്കാറുള്ളത്? ഹൈഡ്രോക്സോ അല്ലെ? ആണല്ലോ, ഹൈഡ്രോക്സോ എന്നല്ല പേര്. ആ ടേബിൾ നോക്കിക്കെല്ലാവരും. ഹൈഡ്രോക്സോ എന്നാണ് എന്റെ പേര്. കേട്ടോ? ക്ലിയർ ആണോ സഞ്ജന ശ്രീ? സഞ്ജന ശ്രീ ക്ലിയർ ആണെങ്കിൽ കൈവശം മതി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹൈഡ്രോക്സോ. ഓക്കെ, അപ്പൊ അവിടെ 4 എന്തുണ്ട്? OH ഉള്ളത് കൊണ്ട് തന്നെ ടെട്രാ ഹൈഡ്രോക്സോ. ടെട്രാ ഹൈഡ്രോക്സോ. ഓക്കെ, ടെട്രാ ഹൈഡ്രോക്സോ. അടുത്ത എന്താണ്? സിങ്ക് ആണ്. സോ സിങ്കേറ്റ് ആണല്ലോ? സിങ്കേറ്റ് 2. കിട്ടിയവരൊന്ന് കൈവശം. ഇത് ക്ലിയർ ആയിട്ട് കിട്ടിയവരാണെങ്കിൽ ഒന്ന് കൈവശം കേട്ടോ. സെറ്റാണ് എല്ലാവർക്കും? യെസ്. അങ്ങനെയാണെങ്കിൽ സാർ അടുത്ത കൊടുത്തു. അടുത്ത ക്വസ്റ്റ്യൻ ആണ് K2PdCl4. ഓക്കെ, അതൊന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക. സാറേ മാറ്റിക്കോ. ഇത് കൊടുക്കുക കേട്ടോ മക്കളെ. K2PdCl4ന്റെ പേര് പെട്ടെന്ന് കൊടുക്കുക. ആദ്യം ഓക്സിഡേഷൻ നമ്പർ കൊടുക്കുക. ഇത് ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ അടുത്തത് തരാം, അതും ചെയ്യുക കേട്ടോ. ചെയ്ത് കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം മക്കളെ. ചെയ്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യും. ആദ്യത്തെ ചെയ്ത് കഴിഞ്ഞവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. ആദ്യത്തെ പേര് കൊടുത്തവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, അഫ്ഷ. സാർ എന്നെ കാണിച്ചു എന്നെ കൊടുത്തോ. ആ പറഞ്ഞോടാ പേര്. പൊട്ടാസ്യം ക്ലോറിഡോ പലേഡൈറ്റ്. എത്ര കിട്ടി ഓക്സിഡേഷൻ നമ്പർ? 2. ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് തിരുത്താൻ നമുക്ക് ശ്രേയ ESനെ വിളിക്കാം. എന്തേ ശ്രേയ പോയാ? രണ്ടാമത്തെ ആള്. ആ ശ്രേയ അല്ല, ശ്രേയ ES. ആദ്യം ഒന്ന് കൈപൊക്കിയായിരുന്നു. ശ്രേയ NM അല്ല. ശ്രേയ വെയിറ്റ് ചെയ്യാട്ടോ. ഓക്കെ, ശ്രേയ പറഞ്ഞോ. ഇതിലും ഭേദം ആദ്യം പറഞ്ഞ ആള് തന്നെയായിരുന്നു. ശരി ആണോന്ന് വെച്ചാൽ പകുതി വാലും തല മാത്രമേ പറഞ്ഞുള്ളൂ, വാല് പറഞ്ഞില്ലല്ലോ. പെട്ടെന്നാവട്ടെ. ശ്രേയ NMനെ വിളിക്കാം. ശ്രേയ NMന്റെ പ്രാക്കായിരിക്കും. എന്നെ വിളിച്ചിട്ട് പറ്റിച്ചോ. ശ്രേയ അൺമ്യൂട്ട് ചെയ്തേ.
അവരെന്ന് പറഞ്ഞ കാര്യമില്ല, എനിക്ക് കേൾക്കണ്ടേ. ആ പറഞ്ഞോ. ആ പൊട്ടാസ്യം ടെട്രാക്ലോറിഡോ പലേഡേറ്റ് എന്നാണ്. ഓക്കെ ഓക്കെ. എത്രയാണ് കിട്ടിയത്? ഓക്സിഡേഷൻ നമ്പർ 2 ആണോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, പൊട്ടാസ്യം മക്കളെ ഇവിടെ എത്രയാണ്? 2 ആണ് അല്ലെ, +2 ആണ് കിട്ടേണ്ടത്. ഇവിടെ എത്ര കിട്ടും? -4 ആണ് കിട്ടേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ പലേഡിയത്തിന് എത്ര വരും? +2 തന്നെയാണ് വരേണ്ടത്. പലേഡിയത്തിന് +2 ആണ് കിട്ടേണ്ടത്. ഓക്കെ, എന്താണ് പൊട്ടാസ്യം? തുടങ്ങുമ്പോ എങ്ങനെ വരും? പൊട്ടാസ്യം അല്ലെ, പൊട്ടാസ്യം. ഓക്കെ, ടെട്രാ 4 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ടെട്രാ ക്ലോറിഡോ. ഇതിന്റെ ചിലർക്ക് ഇതാണ് വിട്ടുപോകുന്നത്, ഈ ടെട്രയ്ക്ക് വിട്ടുപോകും. ഓക്കെ, ടെട്രാ ക്ലോറിഡോ. ഓക്കെ, ടെട്രാ ക്ലോറിഡോ ഉണ്ട് കേട്ടോ, ക്ലോറിഡോ. ഓക്കെ, പലേഡേറ്റ്. ഓക്കെ, പലേഡേറ്റ് 2 ആണ് കിട്ടിയത്. കിട്ടിയവരൊന്ന് കൈവീശുക കേട്ടോ, കിട്ടിയവരൊന്ന് കൈവീശിക്കുക മക്കളെ. ഓക്കെ, അടുത്തതിന്റെ പേര് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മക്കളെ. അടുത്തതിന്റെ പേര് കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ആരാണ്? അതിന് ആരാധന തന്നെയാണ് വരുന്നത്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എന്നാ ആരാധന തന്നെ വിളിക്കാം. ആരാധന പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ കാണാം. ഓക്കെ മക്കളെ, ഇവിടെ എന്താണ്? പൊട്ടാസ്യത്തിന് 3 ആണ് അല്ലെ, +3 ആണ് വരേണ്ടത്. +3 വന്നു. ഓക്കെ, ഓക്സലേറ്റോ -2 ആണ്. അപ്പൊ -2 × 3 എത്ര കിട്ടുക? -6 അല്ലെ. -2 ആണ് ഓക്സലേറ്റ് അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്. അപ്പൊ -2 × 3 3 ഉള്ളതുകൊണ്ട് -2 × 3 അപ്പൊ -6 വന്നു. ഓക്കെ, -6. ഓക്കെ, +3 -6 -3 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ അയൺ എത്ര വരും? +3 തന്നെയായിരിക്കും ഓക്സിഡേഷൻ നമ്പർ വരേണ്ടത്. കിട്ടിയോ? ഈ ഓക്സിഡേഷൻ നമ്പർ കിട്ടിയവരുന്ന് കൈവീശിക്ക്. +3 ആണ് കിട്ടിയെങ്കിൽ വെറുതെ കൈവീശരുത് കേട്ടോ. ഓക്കെ, ഈ കൈവീശനൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ മാത്രം ആരും എന്താണ് ഹാൻഡ് റൈസ് ചെയ്യാനില്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പേര് കൊടുക്കാം. എങ്ങനെയാണ് തുടങ്ങുന്നത്? പൊട്ടാസ്യം അല്ലെ, പൊട്ടാസ്യത്തിന് പേര് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ആവശ്യം, ഇവിടെ പൊട്ടാസ്യം 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് ട്രൈ പൊട്ടാസ്യം എന്ന് കൊടുക്കണോ? വേണ്ട കേട്ടോ. കൗണ്ടർ അയോൺ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണ്ട, അവിടെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ജസ്റ്റ് കൗണ്ടർ അയോൺ ജസ്റ്റ് വെറുതെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, പൊട്ടാസ്യം. ഇനി അടുത്ത ഓക്സലേറ്റോ അല്ലെ, ലിഗാൻഡ് അവിടെ ഓക്സലേറ്റോയാണ് അല്ലെ. എത്ര ഓക്സലേറ്റ് ഉണ്ട്? 3 എണ്ണം ഉണ്ട്, അതുകൊണ്ട് തന്നെ ട്രൈ ഓക്സലേറ്റോ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അയൺ ആണ്. അയൺ ആണോ എഴുതണ്ടേ? അല്ല, എന്താണ് കൊടുക്കേണ്ടത്? ഫെറൈറ്റ് എന്നാണ് കൊടുക്കേണ്ടത്. ഫെറൈറ്റ് 3. കിട്ടിയവരൊന്ന് കൈവശം. ക്ലിയർ ആണോ? അപ്പൊ പേരൊക്കെ സെറ്റ് ആയില്ല എല്ലാവർക്കും? ഏകദേശം നെയിമിംഗ് ഒക്കെ സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾസ് കാണിച്ചു തരാം. സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ഓക്കെ, സാർ കൊടുത്തു. കോർഡിനേഷൻ സ്പിയറും എന്താണ് കാറ്റയോണോ ആനയോണോ ആയിട്ട് വരുന്ന അവസ്ഥ. ഓക്കെ, കാണിച്ചു തരാം. ഇതാണ്. ഓക്കെ, രണ്ടും വരുന്നുണ്ട്, കാറ്റയോണും ആനയോണും എന്ത് തന്നെയാണ്? കോർഡിനേഷൻ സ്പിയറിന്റെ ഉള്ളിലാണ് വരിക. വേറെ ഒന്നും ചെയ്യണ്ട, നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ. ആദ്യം കാറ്റയോണിന്റെ എന്താണ് കൊടുക്കുക, ലിഗാൻഡ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് ലിഗാൻഡ് കൊടുക്കുക. അതിനുശേഷം ആനയോണ്ട് എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ച് അതിന്റെ എന്ത് ചെയ്യുക? പേര് കൊടുക്കുക. പെട്ടെന്ന് ആയിക്കോട്ടെ, ഒന്ന് ചെയ്ത് നോക്കിക്കുക സ്വന്തമായിട്ട്. ആദ്യം കാറ്റയോന്റെ പേര് കൊടുക്കുക, തൊട്ട അടുത്ത് തന്നെ ആനയോന്റെ പേര് കൊടുക്കുക, അത്രേ ഉള്ളൂ. ബാക്കി നിയമങ്ങളെല്ലാം സെയിം തന്നെ. പെട്ടെന്നാവട്ടെ. പ്രണവേ, പെട്ടെന്ന് ചെയ്തേടാ. ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത പെട്ടെന്നായിക്കോട്ടെ. പെട്ടെന്നാവട്ടെ കേട്ടോ.
കണ്ടുപിടിച്ചവർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യട്ടെ മക്കളെ. സ്വന്തമായിട്ട് കണ്ടുപിടിച്ചത് ഹാൻഡ് റൈസ് ചെയ്തേ. മക്കളെ കണ്ടുപിടിച്ചോ? നമ്മള് ഇത് കണ്ടുപിടിക്കുമ്പോ വേറെ ഒന്നും ചിന്തിക്കണ്ട. കൊബാൾട്ടിന്റെ ഇതിന് മുമ്പ് കണ്ടുപിടിച്ച ഓക്സിഡൻ സ്റ്റേറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചേ നോക്കിക്കേ. കൊബാൾട്ട് ഇല്ലേ, ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കൊബാൾട്ടിന്റെ ഓക്സിഡൻ സ്റ്റേറ്റ് എത്ര തന്നെയായിരുന്നു? +3 ആണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആണല്ലോ, മിക്ക സ്ഥലത്തും +3 ആണ് കൊബാൾട്ടിന്റെ ഓക്സിഡൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആണോ അല്ലയോ? ആണെങ്കിൽ കൈവശം ആണല്ലോ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് അത് +3 ആണെന്ന് തന്നെ കൺസിഡർ ചെയ്യും. കാരണം ആനോണിക്കും കാറ്റോണിക്കും എന്ത് തന്നെയാണ്, കോർഡിനേഷൻ സ്ഫിയറിന്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, അതല്ലേ നിങ്ങൾ നോക്കുക, NH3 ഇവിടെ എത്രയാണ്? 6 ആണ് അല്ലെ. NH3 6 × 0 എന്താണ്? 0 ആണ് വരേണ്ടത്. ഇവിടെ എന്താണ്? -1 ആണ്, -6 ആണ്. ശരിയാണല്ലോ. 6 × -1 = എത്രയാണ്? -6 ആണ്. ശരിയാണല്ലോ. 2 പാർട്ട് ഉണ്ട്. 6നെ 2 ആയിട്ട് മുറിച്ച് കഴിയുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. ശരിയാണോ? 6നെ 2 ആയിട്ട് മുറിച്ച് കഴിയുമ്പോൾ 3 കിട്ടും. കിട്ടില്ലേ? ഇവിടെ 0 ആണ്, ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6 ആണ് കിട്ടുന്നത്. ഓക്കെ, -6 ആണ് കിട്ടുന്നത്. 6നെ 2 ആയിട്ട് മുറിക്കുമ്പോൾ 3 കിട്ടും. അങ്ങനെയാണെങ്കിൽ കാറ്റോണിക് പാർട്ട് +3ഉം ആനോണിക് പാർട്ട് എന്തായിരിക്കും? -3ഉം ആയിരിക്കും. ശരിയാണോ? പറഞ്ഞത് ക്ലിയർ ആണോ? ആണോടാ? കാരണം എന്താണ്, ഓൾ കോമ്പൗണ്ട് എടുക്കുമ്പോൾ അതിന്റെ ചാർജ് എന്തായിട്ട് വരണം? 0 ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം +3 മറ്റൊരാൾ -3 ആണെങ്കിൽ അതിന്റെ ഓൾ പാർട്ട് എന്താവുള്ളൂ? 0 ആവുള്ളൂ. ഓക്കെ, അപ്പൊ ആനിയോണിക് പാർട്ടും കാറ്റോണിക് പാർട്ടും എടുക്കേണ്ടത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരെണ്ണം 0 കിട്ടി, മറ്റൊരാൾ എന്താണ് -6 കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിന് 2 ആയിട്ട് മുറിച്ച് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? +3ഉം ഇവിടെ എന്ത് വരും? -3 ആയിരിക്കും കിട്ടുക. ഓക്കെ, അതായത് കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3ഉം ക്രോമിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എന്തായിട്ട് എടുക്കും? -3ഉം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണെങ്കിൽ കൈവീശാം. പറഞ്ഞ ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ സാറേ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അഭിയെ എന്താണ് മോനെ? പെട്ടെന്ന് ആയിക്കോട്ടെ, ചോദിച്ചോ. എടാ ഞാൻ ഇത്രേ പറഞ്ഞോളൂ. അതായത് ഇതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, NH3 ന്യൂട്രൽ ആണ്. 6 × 0 0 1. ഓക്കെ, ഇവിടെ നമ്മൾ 6 × -1 ചെയ്യുമ്പോൾ -6 ആണ് കിട്ടുക. ഓക്കെ, ഇവിടെ 2 കോർഡിനേഷൻ സ്ഫിയേഴ്സ് ഉള്ളതുകൊണ്ട് ആ -6നെ 2 ആയിട്ട് മുറിക്കുമ്പോൾ 3 ആണല്ലോ വരിക. ഓക്കെ, അതില് പോസിറ്റീവ് സൈഡിനെ നമ്മൾ +3 എന്നും നെഗറ്റീവ് സൈഡിനെ നമ്മൾ എന്തെന്ന് എടുത്തു? -3 എന്നും കൺസിഡർ ചെയ്തു. ഓക്കെ, ഇവിടെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കിയുള്ള പേര് ഇത് സ്വന്തമായിട്ട് ചെയ്യുക. എന്താണ്? ഹെക്സാ അമീൻ ആണല്ലോ മക്കളെ. ഹെക്സാ അമീൻ 6 എന്നുള്ളതുകൊണ്ടാണ് ഹെക്സാ അമീൻ കൊബാൾട്ട്. ഓക്കെ, 3. ഇതാണ് കാറ്റയോൺ ആയിട്ട് എടുക്കേണ്ടത്. ആനയോൺ ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെ വരും? ഹെക്സാ അമീൻ ക്രോമിയം 3. ക്ലിയർ ആണെന്ന് കൈവശം. ക്ലിയർ ആണോ മക്കളെ? ഇത് കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെന്ന് കൈവശിക്കേ. ഇങ്ങനെ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് കൈവശിക്കുക ആരെങ്കിലും. ആർക്കും കിട്ടിയില്ല. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സെറ്റാണോ എല്ലാവർക്കും? ക്ലിയർ ആണെന്ന് കൈവശം. എല്ലാവർക്കും സെറ്റാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഹോംവർക്ക് തരാം, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ സാർ, അടുത്ത് എന്നെ മാറ്റി മക്കളെ. ഇതാണ് AgNH3 ചോയ്സും AgCN ചോയ്സും. ഓക്കെ,
ചെയ്ത് നോക്കുക കേട്ടോ, സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഹോംവർക്ക് ആയിട്ട്. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോമൻക്ലേച്ചറാണ് പഠിച്ചത്. ഓക്കെ, ഇത്രേ ഉള്ളൂ നോമൻക്ലേച്ചർ. എല്ലാവർക്കും നോമൻക്ലേച്ചർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് ആ ടേബിൾ കൃത്യമായിട്ട് പഠിക്കുക, ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നത് പഠിക്കുക, പിന്നെ രണ്ടിനും വെവ്വേറെ നിയമങ്ങളായിട്ട് പഠിക്കുക, സെറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും എക്സാമിന് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ലപോലെ പഠിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് വെയിറ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.